കരങ്ങൾ ഉയർത്തി നന്ദി അങ്ങേ സ്വർഗം കേൾക്കട്ടെ എല്ലാവരും ചേർന്ന് അങ്ങേ നന്നായി അങ്ങേ ഞാൻ അങ്ങേ നല്ലവനും വിശ്വസനും വാക്കുമാറാത്തവരെ ഞങ്ങളുടെ ജീവന്റെ ഉടമസ്ഥനുമായ കർത്താവേ, ഇന്ന് രാത്രിയിലും അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്തിറങ്ങുന്ന മഞ്ഞു പോലെ മഴ പോലെ നിന്റെ ജനത്തിന്മേൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. വചനം ശോഭിക്കാതെ ഹൃദയ കണ്ണുകളെ കുരുടാക്കുന്ന ഈ ലോകത്തിലെ ദൈവമായ സാത്താന്റെ ക്രിയകളെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ശാസിക്കുന്നു. ഈ ഹ്യൂസ്റ്റൺ പട്ടണം, ഈ രാജ്യം, ലോക രാജ്യങ്ങൾ നിന്റെ ജനത്തിലൂടെ എന്താണ് കർത്താവ് ചെയ്യുന്നതെന്ന് ഈ ദിവസങ്ങളിൽ കാണട്ടെ കർത്താവേ. അതിനാൽ നിന്റെ ജനത്തെ ഇവിടെ നിന്ന് ഒരുക്കിയാട്ടെ, അതിനാൽ നിന്റെ സഭ ഇവിടെ നിന്ന് പണിതാട്ടെ. ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ തന്നെ ജയിക്കയില്ല എന്നാൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ അന്ധകാര ശക്തികളുമേൽ ജയമെടുക്കുന്നു. സാത്താൻ എല്ലാ തന്ത്രങ്ങളെ ശാസിച്ച് ജയമെടുക്കുന്നു. സ്വർഗീയ കവാടങ്ങൾ ഞങ്ങൾക്കായി തുറന്നു കഴിഞ്ഞ കൃപയ്ക്കായി നന്ദി. ദൈവത്തിന്റെ ദൂതന്മാർ ഞങ്ങളുടെ മധ്യത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇരിക്കുന്നതിന് മുമ്പ് ചുറ്റും നിൽക്കുന്ന 3 പേർക്ക് കൈകൊടുത്ത് പറയുന്നത് ദൈവത്തിന്റെ സീസണാണ്. പറഞ്ഞാണ് ദൈവത്തിന്റെ സീസണാണ്, ദൈവത്തിന്റെ സീസണാണ്. 2001 സെപ്റ്റംബർ മാസം 11-ാം തീയതി 9/11 ഞാൻ ന്യൂയോർക്കിലുണ്ടായിരുന്നു. ആരും എന്നെ തുറച്ചു നോക്കല്ലേ. സ്തോത്രം. നമ്മളെ തലയിലാണ് പ്ലെയിൻ ലാൻഡ് ചെയ്താലും ദൈവത്തിന്റെ സമയമാണെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ല. സ്തോത്രം. ക്യൂൻസിൽ ഞാനുണ്ടായിരുന്നു, 6 മൈൽ അകലെ. സ്തോത്രം. അന്ന് ആ ആഴ്ച, ആ വീക്കെൻഡ് മാർട്ടിൻ വാൻ ബിയർ, സ്തോത്രം, അതെ, സ്കൂളിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തിരുന്നു. പക്ഷേ സ്തോത്രം, ബിക്കോസ് ഓഫ് 9/11 ആ മീറ്റിംഗ് ക്യാൻസലായി. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നത് ആ 2001 ശേഷം സ്തോത്രം ആത്മീയ മണ്ഡലം ദൈവകൃപയാൽ ആത്മമണ്ഡലം സ്തോത്രം അതെ പ്രതീക്ഷിക്കുന്ന ക്രമത്തിൽ ഈ രാജ്യത്തിൽ വെളിപ്പെടാതെ അത് ഡിക്ലൈൻ ചെയ്യുകയാണ്, അത് കുറയുകയാണ്. എന്നാലും ദൈവകൃപയാൽ മനസ്സിലാക്കുക, ഇത് അന്തിക്രിസ്തുവിന്റെ സീസൺ അല്ല, ഇത് ഡെമോക്രാറ്റിന്റെയോ ഇത് റിപ്പബ്ലിക്കിന്റെയോ സീസൺ അല്ല. നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിന്റെ സീസണിലാണ്. ഒരിക്കൽ കൂടെ 3 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, ഇത് ദൈവത്തിന്റെ സീസണാണ്. ഒരിക്കൽ കൂടെ പറ, ദൈവത്തിന്റെ സീസണാണ്. ഇത് റിപ്പബ്ലിക്കിന്റെയോ ഡെമോക്രാറ്റിന്റെ സീസണല്ല, ഇത് കർത്താവിന്റെ സീസണാണ്. ദയവായി ദൈവസന്നിധിയിൽ നാട്ടെ ഈ കാലത്തിനായി സ്തോത്രം, ഈ ദിവസങ്ങൾക്കായി സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ പിതാക്കന്മാർ കണ്ടിട്ടില്ലാത്തത് ദൈവകൃപയാൽ നമ്മൾ കാണുവാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ സ്തോത്രം പറഞ്ഞാലും ശരി, ഇല്ലെങ്കിൽ ശരി. പാസ്റ്റർ CK ഡാനിയൽ കാണാത്തത് ജോൺസൺ ഡാനിയൽ പാസ്റ്റർ കാണാൻ പോകുന്നു. നമുക്ക് മുൻപിൽ പോയതായി വിശ്വാസ വീരന്മാർ ചോദിച്ചിട്ട് നൽകാത്തത് ദൈവം ഈ കാലഘട്ടത്തിൽ നമുക്കായി ദൈവം നൽകുവാൻ വേണ്ടി പോകുന്നു. കാരണം ഇന്ന് സ്തോത്രം ഈ സർവീസിന് മുമ്പ് ഞാൻ സാനിയുമായി സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? സ്തോത്രം, ഇന്ന് ഞങ്ങളുടെ ചേർച്ചിൽ ട്രിവാൻഡ്രത്ത് വന്ന ഒരു ദൈവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്. ഹഗായി 2-ാം അധ്യായം 8-9 വാക്യം, ദ ലാറ്റർ ഗ്ലോറി ഷാൽ ബി സോ ഗ്രേറ്റർ ദാൻ ദ ഫോർമർ ഗ്ലോറി. നമ്മൾ കണ്ട മഹത്വത്തിനേക്കാൾ കാണാൻ പോകുന്ന മഹത്വം വലിയതാണ്. സ്തോത്രം, അത് ഹ്യൂസ്റ്റണിൽ നിങ്ങളിലൂടെ കർത്താവ് വെളിപ്പെടുത്തുവാൻ പോകുന്നു. നിങ്ങളുടെ നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളുടെ നല്ല ശുശ്രൂഷ വരാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളുടെ നല്ല ബാപ്റ്റിസം സർവീസ് വരാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളുടെ നല്ല ക്രൂസൈഡ് വരാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളുടെ നല്ല സഭായോഗം വരാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളുടെ നല്ല കൺവെൻഷൻ വാട്ടെവർ എന്തായാലും അത് വരാൻ പോകുന്നതേ ഉള്ളൂ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞോട്ടെ. സ്തോത്രം. കടന്നു വരിക ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സ്തോത്രം. അധികം ഞാൻ പ്രസംഗിക്കാത്തതായ ഒരു സ്തോത്ര വേദഭാഗമാണിത്. സ്തോത്രം. അതെ, പ്രസംഗിച്ച് മൂർച്ച കൂടണം. ഇനി ഇവിടെ ജയിക്കുമെന്ന് അറിഞ്ഞിട്ട് വേണം വേറെ എവിടെയെങ്കിലും ഇത് പ്രസംഗിക്കാൻ. സ്തോത്രം. അതെ, ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. ലൂക്കോസ് 4:18. കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവിന്റെ മേൽ അളവില്ലാത്തതായ ഒരു അഭിഷേകം കടന്നു വരികയുണ്ടായി. പഴയ നിയമത്തിൽ ഏറ്റവും വലിയ അഭിഷേകമായി നമ്മൾ കാണുന്നത് എലീശായുടെ മേൽ വന്നതായ അഭിഷേകം അത്രേ, ഇരട്ടി പങ്ക് അഭിഷേകം. ഇന്നാളുകളിലും കർത്താവെ ഒരു ഇരട്ടി പങ്ക് എന്നെ മേൽ അയക്കണമേ എന്ന് എലീശായുടെ പാത്രത്തെ ഓർത്ത് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ സോറി, കർത്താവ് നമ്മെ നിറയ്ക്കുന്നത് എലീശായുടെ പാത്രത്തിലല്ല, കർത്താവ് യേശുവിന്റെ പാത്രത്തിലത്രേ.
യോഹന്നാൻ 3:34 പറയുന്നു, അളവില്ലാത്തൊരു അഭിഷേകമായിരുന്നു കർത്താവായി യേശുവിന്റെ അഭിഷേകം. The anointing of Jesus Christ was immeasurable. അതെ, അളവില്ലാത്ത ഒരു അഭിഷേകം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ മനസ്സിലാക്കുക, അളവില്ലാത്തവനായ ദൈവത്തിന്റെ അളവില്ലാത്ത അഭിഷേകത്തിനായി സ്തോത്രം. തിരുവചനം പറയുന്നു, അളവില്ലാത്ത അഭിഷേകം യേശുവിന്റെ മേൽ കടന്നു വന്നു. കർത്താവ് സ്തോത്രം ആ പ്രവാചകനായ യെശയ്യാവ് തന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ദീർഘദർശനം പറഞ്ഞ പ്രവചിച്ചതായ ആ പ്രവചനം നിറവേറുവാൻ തക്കവണ്ണം സ്തോത്രം ആലയത്തിലേക്ക് കടന്നുപോയി, അല്ലെങ്കിൽ കപ്പർനഹൂമിലെ സ്തോത്രം അതെ ആ പ്രത്യേക സ്തോത്രം ആലയത്തിലേക്ക് കടന്നുപോയി. ഇപ്രകാരം സ്തോത്രം അതെ യെശയ്യാ പ്രവചനം 61-ാം അധ്യായം സ്തോത്രം വായിക്കുവാൻ തുടങ്ങി. അതിന് ഒരു ഭാഗം വിട്ടിട്ടത്രേ കർത്താവ് സ്തോത്രം ആ ഭാഗം വായിച്ച് നിർത്തിയത്. The year of the Lord's favor. സ്തോത്രം, കർത്താവിന്റെ പ്രസാദ വർഷം. കഴിഞ്ഞ മണിക്കൂറുകൾ നമ്മൾ ദൈവത്തിന്റെ കൃപയാൽ കേൾക്കുകയായിരുന്നു. അഭിഷേകം എവിടെയാണോ ഇറങ്ങി വരുന്നത് അത് ചെയ്യുന്നതായ ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. അഭിഷേകം എന്ന് പറയുന്നത് 2 കൈയടിക്കുന്നതല്ല, അല്ലെങ്കിൽ 2 അന്യഭാഷ പറയുന്നതല്ല. അഭിഷേകം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ സാന്നിധ്യം അത്രേ. കാരണം യേശു കർത്താവ് പരിശുദ്ധാത്മാവിൽ നിറയുന്ന സമയത്ത് പിതാവായി ദൈവം സംസാരിക്കുന്നു, പുത്രൻ ഇവിടെ നിൽക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാവന്റെ ദേഹരൂപത്തിൽ ഇറങ്ങുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒരുമിച്ച് സമ്മേളിക്കുകയാണ്. ഇന്ത്യയിൽ ത്രിവേണി സംഗമമുണ്ട്. 3 സമുദ്രങ്ങൾ ഒരുമിച്ച് സമ്മേളിക്കുന്നതായ സ്ഥലമാണ് ഞങ്ങളുടെ കുറച്ചടുത്തുള്ളതായ കന്യാകുമാരി. ലക്ഷക്കണക്കിന് ജനം അവിടെ കടന്നു വരാറുണ്ട്. 3 നദികൾ സമ്മേളിക്കുന്നതായ സ്ഥലങ്ങളുണ്ട്. അലഹബാദ് അതിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. 3 നദികൾ സമ്മേളിക്കുന്ന സ്ഥലത്ത് ജനം ഓടിക്കൂടുന്നു. അത് പുണ്യ സ്ഥലമെന്ന് പറയുന്നു. 3 അതെ സമുദ്രങ്ങൾ യോജിക്കുന്ന സ്ഥലത്ത് ജനം ഓടിക്കൂടുന്നു. അതും പരിപാവനമെന്ന് അവർ പറയുന്നു. എന്നാൽ ഇവിടെ യോജിച്ചത് സ്തോത്രം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ സംഗമം എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ദൈവ സാന്നിധ്യം അവിടെ വ്യാപരിക്കുകയാണ്. സോ anointing is nothing but the presence of God. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ ചുമന്ന് നടന്നാൽ നിങ്ങളുടെ മുൻപിൽ ആർക്കും ഒരു വലിയ വാതിലിനെ അടയ്ക്കുവാൻ കഴിയാത്തില്ല. കാരണം അഭിഷിക്തനായ കോരേസ് സ്തോത്രം അതെ ചർച്ച് ഗോയിങ് കോരേസ് അല്ല, പിന്നെയോ അഭിഷിക്തനായ കോരേസ് നോക്കി കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിനക്ക് മുൻപായി കടന്നുപോയി ഇരുമ്പൂടാമലുകളെ തകർക്കും, താമ്രഭിത്തികളെ ഉടയ്ക്കും. നിങ്ങളൊരു അഭിഷിക്തൻ ആണ് എങ്കിൽ ആരോ നടന്നു പോയ വഴിയിലൂടെ മാത്രമല്ല നിങ്ങൾ നടക്കുന്നത്, ആരും നടക്കാത്ത വഴിയെ കൂടെ കർത്താവിന് ദൈവത്തിന്റെ കൃപയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മുൻപിൽ തുറന്ന് നൽകുവാൻ ഗുണം കഴിയും. സോ ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുന്നതാണ് അഭിഷേകം, കുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നതാണ് അഭിഷേകം. 3-ാമതായ വേദപുസ്തകം സ്തോത്രം അതേ 3-ാം ഭാഗമായി എന്ന് പറയാൻ പറ്റില്ല, പല കാര്യങ്ങളുണ്ട്. അതിന്റെ അവസാന ഭാഗമായി ഞാൻ പുതിയ നിയമത്തിൽ ലൂക്കോസ് 4:18 അവസാന ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിന്റെ പ്രസാദ വർഷം. ദൈവത്തിന്റെ പ്രസാദ വർഷം. ഹേ സഹോദരങ്ങൾ, എത്ര പേർക്ക് പറവാൻ തക്കൊണ്ട് കഴിയും എന്റെ ദൈവം പ്രസാദിക്കുന്നവനെന്ന് അനുഭവിച്ചവർ മാത്രം കരങ്ങൾ ഉയർത്തിയാണ്. ദൈവപ്രസാദം ലഭിച്ചവർക്കായി സ്തോത്രം. പുതിയ നിയമം ആരംഭിച്ച ആദ്യത്തെ ആ പാട്ട് തന്നെ നോക്ക്, ദുഃഖത്തിന്റെ പാനപാത്രമല്ലല്ലോ സ്തോത്രം. അതെ, പുതിയ നിയമം ആരംഭിച്ചതായ ആദ്യത്തെ പാട്ട് ഇതായിരുന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സ്തോത്രം. ദൈവപ്രസാദം ലഭിച്ചവർക്ക് സമാധാനം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തോട് സമാധാനം ഉണ്ടെങ്കിൽ നിശ്ചയമായി ഭൂമിയിൽ നമുക്ക് ദൈവിക സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനം, ദൈവിക സമാധാനം. ദാറ്റ് മീൻസ് രക്ഷിക്കപ്പെടുന്നതോടെ കർത്താവിന്റെ കൃപയാൽ നമുക്ക് സമാധാനമുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ജനത്തിന് അത്രേ ദൈവപ്രസാദമുള്ളത്. അവരോടുകൂടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, ദൈവത്തിന്റെ ഫേവർ നിങ്ങളുടെ മേലുണ്ടെന്ന് മറ്റുള്ളവരെ കാണും. സ്തോത്രം. മോശ പർവ്വതത്തിൽ നിറങ്ങി വന്നപ്പോൾ അവൻ നോട്ടീസ് അടിച്ചില്ല, സൂക്ഷിച്ചോണം ഞാൻ 40 ദിവസം ഇരുന്നിട്ടാണ് വരുന്നതെന്ന് മോശ നോട്ടീസ് അടിച്ചില്ല. പക്ഷെ മോശയെ കണ്ടപ്പോൾ ജനം പറഞ്ഞു, he is coming from the presence of God. ഇതുപോലെ ദൈവത്തിന്റെ ഫേവർ നിങ്ങളുടെ മേൽ ഉണ്ടെന്ന് നിങ്ങളെ കാണുന്നവരെ കൊണ്ട് പറയിപ്പിക്കുന്നവനത്രേ കർത്താവ്. വേദപുസ്തകം പറയുന്നു സ്തോത്രം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8 മുതൽ 11 വരെ വായിക്കുമ്പോൾ ആദാമിനോടും ഹവ്വയോടും കൂടെ കർത്താവ് കൂടെ ഇരുന്ന് നോഹ ദൈവത്തോട് കൂടെ സഞ്ചരിച്ചു. ഉൽപ്പത്തി 6:8 ഞാൻ പറഞ്ഞത്, നോഹ ദൈവത്തോട് കൂടെ സഞ്ചരിച്ചു. ഉൽപ്പത്തി 5:24 പറയുന്നു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. യെശയ്യാ 41:8, യാക്കോബ് 2:23 പറയുന്നു, അബ്രഹാം ദൈവത്തിന്റെ ഫ്രണ്ടായിരുന്നു, അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. ഓരോ തലമുറയിൽ ദൈവത്തിന്റെ ഫേവറായി കർത്താവ് അവരോട് കൂടെ ഇരുന്നു. സ്തോത്രം. ചിലരോട് ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ പ്രസാദമായി കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു. അവരെക്കാൾ മസിലുള്ളവരോ, അവരെക്കാൾ ധനികരോ, അവരെക്കാൾ ആരോഗ്യമുള്ളവരോ ഒക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അവരോട് കൂടെ കർത്താവ് ഇരുന്നില്ല. കരുണ തോന്നണം എന്നുള്ളവരോട് ഇന്ന് രാത്രിയിലും എന്റെ ദൈവം പറയും, എനിക്ക് കരുണ തോന്നുന്നു. നമ്മെക്കാൾ ജ്ഞാനികളുണ്ട്, നമ്മെക്കാൾ സ്തോത്രം പല പ്രാപ്തിയുള്ളതായ പല ആൾക്കാരുണ്ട്, പക്ഷേ സ്തോത്രം അത് ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്ത്. എന്തെങ്കിലും നമുക്കുണ്ടെന്ന് തോന്നുന്നു സഹോദരങ്ങളെ, ഞാൻ ആവർത്തിച്ചു പറയട്ടെ, അതൊന്നും നമ്മുടെ കഴിവല്ല, ഒന്നും നമ്മുടെ നേട്ടമല്ല, എല്ലാം ദൈവത്തിന്റെ കൃപയത്രേ. എന്താ
ദൈവത്തിന്റെ ഫേവർ, അല്ലെങ്കിൽ എന്താ ദൈവത്തിന്റെ കൃപ? അർഹതയില്ലാത്ത സ്ഥാനത്ത്, സ്തോത്രം, റോമർ 4:4 പറയുന്നു, അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം പകരുന്നതാണ് ദൈവത്തിന്റെ കൃപ. ചില സ്തോത്രം സഹോദരങ്ങൾ ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, 3 ദിവസം ഉപവസിച്ചാ ഞാനത് നേടിയത്, 7 ദിവസം ഇരുന്നാ ഇത് കിട്ടിയത്, 21 ദിവസം ഇരുന്നാ എനിക്കിത് ഉണ്ടായത്, 40 ദിവസം ഇരുന്നാ എനിക്ക് ഇത് ലഭിച്ചത്. ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഓഫ്കോഴ്സ് നമ്മൾ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ഇരിക്കണം. ഇന്നും ഉച്ചയ്ക്ക് ശേഷം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിതുമ്പി കരഞ്ഞിട്ടാ ഞാനും വന്നത്. കൃപ. ആമേൻ. സ്തോത്രം. അപ്പൊ ഇരിക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, ഇതെല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ ഉപവാസമല്ല, നമ്മുടെ പ്രാർത്ഥനയല്ല, നമ്മുടെ വെള്ളവസ്ത്രമല്ല, നമ്മൾ ആഭരണം ഇട്ടത് കൊണ്ടോ ഇടാത്തത് കൊണ്ടോ അല്ല. സ്തോത്രം. പ്രത്യുതം ദൈവത്തിന്റെ കൃപയാലത്രേ. അത് അനുഭവിക്കുന്നവർക്ക് പറയാൻ പറ്റത്തുള്ളൂ, ഞാനാകുന്നത് ദൈവത്തിന്റെ കൃപയാൽ. ആർക്കും പറയാൻ കഴിയത്തില്ല. എൻ്റെ പ്രയർ പാർട്ട്നേഴ്സ് ആണ് എന്നെ ഇവിടെ എത്തിച്ചത്, എൻ്റെ പാസ്റ്റേഴ്സ് ആണ് ഇവിടെ എത്തിച്ചത്, എൻ്റെ ഡീക്കന്മാരാണ് ഇവിടെ എത്തിച്ചത്. നോ, സ്തോത്രം, എൻ്റെ ദൈവത്തിന്റെ കൃപ. ദൈവമാണ് സ്തോത്രം നിന്റെ ജീവിതത്തെ ഇത്രത്തോളം ആക്കിയത്. നീ ആയതല്ല, ദൈവം തന്നെ ആക്കിയതത്രേ. നീ നിന്നതല്ല, ദൈവം തന്നെ നിർത്തിയതത്രേ. നീ വന്നതല്ല, ദൈവം തന്നെ കൊണ്ടുവന്നതത്രേ. അനുഭവമുള്ള മാത്രം കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹേ, നിന്റെ പ്രാർത്ഥനയല്ല, നിന്റെ ഉപവാസമല്ല, നിന്റെ പാരമ്പര്യമല്ല, സ്തോത്രം, നിന്റെ വിശുദ്ധ ജീവിതമല്ല, ദൈവത്തിന്റെ കൃപ. റോമർ 4:4 പറയുന്നു, അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം പകർന്നതത്രേ ദൈവത്തിന്റെ കൃപ. ദൈവത്തിന് വിശ്വാസികളുടെ ഒരു പിതാവ് വേണമായിരുന്നു. വിശ്വാസികളുടെ പിതാവ് ആയി ഒരുവനെ ദൈവത്തിന് ആവശ്യം. കർത്താവ് നല്ല വിശ്വാസമുള്ളവർ തന്നെയല്ല തിരഞ്ഞെടുത്തത്. അങ്ങ് വിഗ്രഹാരാധനയുടെ അങ്ങ് അറ്റം കിടന്നവൻ, വിഗ്രഹത്തെ റീറ്റെയിലായി ഉണ്ടാക്കി കൊടുക്കുന്നവനല്ല, പിന്നെയോ ഒരു ഹോൾസെയിൽ വിഗ്രഹത്തെ ഹോൾസെയിലായി അതേ നിർമ്മിച്ച് നാട്ടുകാരെ മുഴുവൻ വിഗ്രഹാരാധികളാക്കാൻ ശ്രമിച്ച ഒരു കമ്പനിയുടെ GM-നെ ദൈവം തിരഞ്ഞെടുത്തു. അവന്റെ ഉള്ളിൽ ഒരു അല്പവിശ്വാസം കൊടുത്ത് ആ വിശ്വാസത്തെ വളർത്തി വലിയ വിശ്വാസമാക്കി അവസാനം ദൈവം വിശ്വാസികളെ പിതാവാക്കി തീർത്ത്. അങ്ങേയറ്റം കിടന്നവനെ ഇങ്ങേയറ്റമാക്കുന്നവനാണ് കർത്താവ്. ഹ്യൂസ്റ്റണിൽ നിങ്ങൾ പലരെ വിളിച്ചു, സ്തോത്രം, അതെ മീറ്റിങ്ങിന് വാ, വരാം എന്ന് പറഞ്ഞവൻ ഒരുത്തനും വന്നില്ല. പക്ഷെ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേർ പറഞ്ഞിട്ടുണ്ട്, വേറെ എവിടെ പോയാലും ഈ കൂട്ടത്തോട് മാത്രം ഞാൻ പോകത്തില്ല, വേറെ എവിടെ പോയാലും ഈ കൂട്ടരോടും ഞാൻ പോകത്തില്ലെന്ന് ആര് പറഞ്ഞു? അവരെല്ലാം ഇന്ന് രാത്രിയും ദൈവസഭയിൽ വന്നിട്ടുണ്ട്. ഇനിയും നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരത്തില്ലെന്ന് പറയുന്നു, നിന്നെ തൊട്ട കർത്താവ് അവരെയും തൊടുവാൻ വേണ്ടി പോകുകയാണ്. സ്തോത്രം. നോക്കണമേ, അങ്ങേയറ്റം കിടന്നവനെ ഇങ്ങേയറ്റമാക്കുന്നവനാണ് ദൈവം. കർത്താവിന് ഒരു സ്പോക്സ് പേഴ്സൺ വേണം. സ്തോത്രം. നമ്മുടെ പ്രസിഡന്റ് ഒബാമ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു സഹോദരനെ ഞാൻ ഫോക്സ് ന്യൂസിൽ ജോൺസൺ അങ്കിളിനോട് കൂടെ ഇരുന്ന് കണ്ടു. എൻ്റെ കർത്താവേ, കഴുത്തിന് ചുറ്റും ആ മനുഷ്യനെ നാക്കാണെന്ന് തോന്നി. സ്തോത്രം. ഒരു പ്രസിഡന്റിന് വേണ്ടി സംസാരിക്കുന്ന നല്ല വാക്ചാതുര്യത്തിന് എന്ന നല്ല വക്കോബലറിയുള്ളവനെ മാത്രമേ തിരഞ്ഞെടുക്കത്തുള്ളൂ. പക്ഷെ ദൈവം തനിക്ക് വേണ്ടി അതെ സംസാരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരുവനോട് നിങ്ങൾ പേര് ചോദിച്ചാൽ മോശ എന്ന് പറയുന്ന ഒരു വിക്കനെ പ്രവാചകനാക്കിയ ദൈവത്തിന്റെ ഫേവറിനായി. സ്തോത്രം. രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ അറിയാത്തവൻ ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ പിടിപ്പാൻ വേണ്ടി തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ പ്രസാദം. വള്ളസഭയെ മുഴുവൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞു സുവിശേഷത്തിന് ശത്രുവായി നടന്നവനെ, ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത് എന്ന് തെരഞ്ഞെടുത്ത് അന്ന് കണ്ടുപിടിക്കപ്പെട്ട സകല ദ്വീപുകളിലും സകല രാജ്യങ്ങളും ദൈവസഭ അതേ സ്ഥാപിപ്പാൻ വേണ്ടി സ്തോത്രം പ്രയോജനപ്പെടുത്തിയത് അത്രേ ദൈവത്തിന്റെ ഫേവർ. രാത്രിയിലും അലമാര തുറക്കുമ്പോൾ വസ്ത്രമുണ്ട്, ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ആഹാരമുണ്ട്, ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിൽ മനസ്സിലാക്ക, ഒന്നും നിന്റെ കഴിവല്ല, ദൈവത്തിന്റെ ഫേവർ അത്ര. അയ്യോ, ചിലരൊന്നും മിണ്ടുന്നില്ല. നല്ലൊരു പാർക്കിംഗ് പ്ലേസ് നിനക്ക് കിട്ടുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാത്രേ. സ്തോത്രം. അതെ, നീ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ഈ തൊണ്ടയിൽ സ്റ്റക്കാകാതെ താഴോട്ട് പോകുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാത്രേ. അനുഭവിച്ചോ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാണ് കർത്താവ്. He is a God of favor. എന്നാൽ വേദപുസ്തകം പറയുന്നു, ഇവിടെ ഒരു ടൈമിനെ കുറിച്ച് പറയുകയാണ്, the year of the favor of the Lord. കർത്താവിന്റെ പ്രസാദ വർഷം. ഒരു സമയമുണ്ട് സഹോദരങ്ങളെ. ദൈവം വാച്ച് നോക്കുന്ന ദൈവമല്ല, ദൈവം കലണ്ടർ നോക്കുന്ന ദൈവമല്ല. അവൻ കാലങ്ങളെ നിർമ്മിച്ചവനായ ദൈവമത്രേ. അവൻ കാലത്തിനും സമയത്തിനും അതീതനത്രേ. അതുകൊണ്ട് ആർക്കും നിങ്ങളെ രാഹുകാലം നോക്കി ചൊവ്വാദോഷം നോക്കി നിങ്ങളെ കെട്ടാൻ ഓർക്കും കഴിയത്തില്ല. കാരണം രക്ഷിക്കപ്പെട്ട യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കൃപയിൽ വരുന്നവൻ ഇത് മുഴുവനെ പൊളിച്ച് ദൈവകൃപയിൽ പൊങ്ങുകയാണ്.
ഞാൻ കണ്ടിട്ടുണ്ട് ട്രിവാൻഡ്രത്ത് 100 കണക്കിന് വ്യക്തികൾ 70% ആൾക്കാർ ഞങ്ങളുടെ ചർച്ചിലുള്ള ഹിന്ദു കൺവേർട്സ്. കാരണം എൻ്റെ പിതാവ് ആ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളവനായിരുന്നു. ഇന്ന് എൻ്റെ പപ്പ വന്ന് ചർച്ചിൻ്റെ ഡീക്കനാണ്. സ്തോത്രം. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പോരാട്ടമുള്ളത്. സ്തോത്രം. കാരണം ഈ അന്യ ജാതിയിൽപ്പെട്ടവരെ പലരും സ്തോത്രം അംഗീകരിക്കാറില്ല. അവരെ പൊളിക്കാൻ നന്നായിട്ട് പലർക്കും അറിയാം. അവരെ വളർത്താൻ പലർക്കും അറിയത്തില്ല. CPM-ലും കോൺഗ്രസിലും സ്തോത്രം കമ്മ്യൂണിസ്റ്റിലും കോൺഗ്രസിലും അതേ ജാതിയില്ല. പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുള്ളത് ചർച്ചിനകത്താണ് ഏറ്റവും വലിയ ജാതി ഉള്ളത്. ഇന്ന് രാത്രി ജാതി പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി മുന്നിൽ വാ. നിന്റെ ഭൂതത്തെ പുറത്താക്കാനായി എനിക്ക് നിയോഗം. കാരണം വേദപുസ്തകം പറയുന്നു നമുക്ക് 33 കോടി അപ്പന്മാരില്ല, നമുക്ക് ഒരപ്പനേ ഉള്ളൂ. അയ്യോ, ആരൊക്കെ എന്നെ തുറച്ചു നോക്കുന്നല്ലോ. രക്തത്താൽ ജയം. ഓ, എവന് ഇതുവരെ തീർന്നില്ലേ? എക്സ്ക്യൂസ് മീ, തുടങ്ങിയിട്ടേ ഉള്ളൂ കുഞ്ഞെ. ഈ അടുത്ത കാലത്ത് എങ്ങും തീരത്തില്ല. കാരണം നിന്റെ പ്രസ്ഥാനത്തിന്റെ വകയല്ല, ഞാൻ എൻ്റെ കർത്താവിന്റെ വകയാണ്. സ്തോത്രം. കരങ്ങൾ ഉയർത്തി ധൈര്യമുള്ളവന് ഹല്ലേലൂയ പറ. ഇല്ലാത്തവനെല്ലാം വീട്ടിൽ പോ. തിരുവചനം പറയുന്നു സ്തോത്രം ദൈവത്തിനൊരു ടൈം ഉണ്ട്. സ്തോത്രം. ദൈവത്തിന് ടൈമുണ്ട്. ഒരു പ്രസാദ വർഷം. എപ്പോഴാണ് കർത്താവ് സ്തോത്രം പ്രസാദ വർഷം എന്ന് പറയുന്നത്? വേദപുസ്തകം പറയുന്നു സ്തോത്രം ഒരു 50-ാം ദിവസം അല്ലെങ്കിൽ ഒരു 50-ാം വർഷം. മറക്കരുത്, ഒരു 50-ാം ദിവസം, ഒരു 50-ാം വർഷം. എവിടെന്നാ ഈ 50 കിട്ടിയത്? സ്തോത്രം 7 ശബത എണ്ണയണം. 7 ശബത. ഒരു ശബത എന്ന് പറയുന്നത് ഒരു സ്തോത്രം 7 ദിവസം. ഒരു ശബത എന്ന് പറയുന്നത് 7. ഓക്കെ, ആ 7 അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഒരു 7. സോ 7 × 7 7 49. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അത് അത്രേ ശബത. 7. 6 മനുഷ്യന്റെ സംഖ്യയാണെങ്കിൽ 7 ദൈവത്തിന്റെ സംഖ്യ അത്രേ. 666 എന്ന് പറയുമ്പോൾ ഉറങ്ങിയിരുന്ന അമ്മച്ചുമാർ ഞെട്ടി ഉണർന്ന് രക്തത്താൽ ജയം എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 666 പിശാചുമായി കണക്ട് ചെയ്തതാണെങ്കിൽ ഇന്ന് രാത്രി ദൈവകൃപയാൽ എനിക്ക് പറയാനുള്ളത് 777 അത്രേ. പിതാവായ ദൈവം, പുത്രനായ ദൈവം ഈ രാത്രി സാങ്ച്വറിയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവായ ദൈവം. So 7 is the number of God. 7 is the number of perfection because God is perfection. God is the God of perfection. ദൈവം സമ്പൂർണ്ണനായ ദൈവം അത്രേ. ദൈവം ബലഹീനൻ എന്നല്ല ഞാൻ പറഞ്ഞത്, ദൈവം സമ്പൂർണ്ണൻ അത്രേ. കർത്താവ് സ്തോത്രം മിഖായേലിനെ നോക്കി, മിഖായേലേ എൻ്റെ വാക്കിംഗ് സ്റ്റിക്ക് നീ എടുത്തോ. അവൻ ചോദിക്കത്തില്ല. ഗബ്രിയേലിനോട് എൻ്റെ കണ്ണട എവിടെ വെച്ചതെന്ന് നീ ഓർക്കുന്നുണ്ടോ? അവൻ ചോദിക്കുന്നില്ല. അവൻ വാക്കിംഗ് സ്റ്റിക്ക് എടുത്തിട്ടില്ല. എൻ്റെ കർത്താവ് സ്തോത്രം അതെ കണ്ണട എടുത്തിട്ടില്ല. ഹോ, ഹി ഈസ് ദ സെയിം ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്. സ്തോത്രം. അവൻ ബലഹീനനാകത്തില്ല, അവൻ പെൻഷൻ പറ്റത്തില്ല, അവൻ അന്നു തുടരുകയാണ്. അർത്ഥം ഇന്നലകളിൽ നിന്നെ നടത്തിയ ദൈവം ഇന്ന് നിനക്ക് ജീവിക്കുന്നു. നാളെയും അവൻ നിന്നെ നടത്തുവാൻ ശക്തനത്രേ. കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ കാലങ്ങളിൽ സ്തോത്രം തിരമാലകളിൽ പെരുകാറ്റുകളിൽ നിങ്ങളെ നടത്തിയ ഇന്നലകളെ ദൈവം ഇന്ന് ജീവിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ ബൈബിൾ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ ആലയത്തിലാണെങ്കിൽ, ശലോമോൻ യഹോവയ്ക്ക് വേണ്ടി നിർമ്മിച്ച ആലയത്തിലാണെങ്കിലും സമാഗമന കൂടാരത്തിലാണെങ്കിലും ദൈവം ഉപയോഗിച്ച ഏത് ഉപകരണമാണോ, ചിലത് വെള്ളത്തിലൂടെ വന്നു, ചിലത് തീയിലൂടെ വന്നു. ഇന്നും പുതിയ നിയമസഭയിൽ ദൈവം പ്രയോജനപ്പെടുത്തണമെങ്കിൽ, കണ്ണോർന്ന് നോക്കണേ, ദൈവം പ്രയോജനപ്പെടുത്തണമെങ്കിൽ ചിലപ്പോൾ നീ തീയിലൂടെ പോകണം, ചിലപ്പോൾ വെള്ളത്തിലൂടെ പോകണം. ചിലർ മിണ്ടുന്നില്ല. നിങ്ങൾ രണ്ടിലൂടെയും പോകുന്നവരായിരിക്കാം. ഏതെങ്കിലും ഒന്നിലൂടെ നിങ്ങൾ പോകുന്നെങ്കിൽ മനസ്സിലാക്കണം, വഴിയിൽ വെച്ച് നിങ്ങൾ തകർന്നു പോകത്തില്ല. സ്തോത്രം. ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ പോകുകയാണ്. സ്തോത്രം. വേദപുസ്തകം പറയുന്നു 7 is the number of perfection. 7 സഭകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നു വെളിപ്പാട് പുസ്തകത്തിൽ. 7 മുദ്രകളെ കുറിച്ച് വായിക്കുന്നു, 7 ദൂതന്മാരെ കുറിച്ച് വായിക്കുന്നു, 7 കാഹളങ്ങളെ കുറിച്ച് വായിക്കുന്നു. സ്തോത്രം. God is a God of perfection. സ്തോത്രം. അങ്ങനെ 7 സ്തോത്രം ശബദിന് ശേഷം പിറ്റേ ദിവസം അതെ, അല്ലെങ്കിൽ അതെ പിറ്റേ ദിവസം അത്രേ 50-ാം ദിവസം. എന്നാൽ ഇവിടെ ഇതാ പ്രസാദ വർഷം എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രസാദ ദിവസം എന്നല്ല പറഞ്ഞത്, പ്രസാദ വർഷം. സ്തോത്രം. അതെ, പ്രസാദ വർഷം. The year of Lord's favor. The year, not the day, but the year of the Lord's favor. സ്തോത്രം. പ്രസാദ വർഷം എന്നാണ് പറഞ്ഞത്. വായിതുറന്ന് പറഞ്ഞേ, പ്രസാദ വർഷം. ഒരിക്കൽ കൂടെ സ്തോത്രം. കർത്താവ് മോശയിലൂടെ പറയുന്നു, ഈ ജനത്തെ ഞാൻ മിസ്രൈമിൽ നിന്ന് വിളിച്ചു പുറത്തിറക്കിയത് മരുഭൂമിയിൽ കിടന്ന് പട്ടുപോകാനല്ല, അവർ കേട്ടതായ വാഗ്ദത്തത്തിൽ അവരെ കടപ്പാൻ അത്രേ. അർത്ഥം, നീ പാരമ്പര്യത്തിൽ നിന്നും മതത്തിൽ നിന്നും ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് നിന്നെ പുറത്തെടുത്തത് 4 പേർ കൂടുന്നിടത്ത് നീയും നിന്റെ സന്തതിയുടെയും തല കുനിയാൻ വേണ്ടിയല്ല. ആരൊക്കെ പറഞ്ഞ പെണ്ണിനെ ചെറുക്കനെ കിട്ടാതെ വരുമ്പോൾ ഇവര് തിരിച്ചു വരും. 6 മാസം കഴിഞ്ഞ് സ്തോത്രം അത് ഒന്നും കഴിക്കാതിരിക്കുമ്പോൾ ഇവര് തിരിച്ചു വരും. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? സ്തോത്രം. തിരിച്ചു വരും എന്ന് പറഞ്ഞവര് കൂടെ ഇവരെ കൂടെ വന്നിരുന്ന അന്യഭാഷ പറയാൻ തുടങ്ങി. ആരാണോ സ്തുതിച്ചവൻ ഒരിക്കലും കുത്തുവാള എടുത്തല്ല. കാട്ടിൽ കിടന്ന് സ്തുതിച്ചവന് നാട്ടിൽ വന്ന രാജാവായ ചരിത്രമാണ് ക്രിസ്തീയ ജീവിതം.
വേദപുസ്തകം പറയുന്നു പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം, അതെ, പ്രസാദ വർഷം. ഏതാ ഈ പ്രസാദ വർഷം? ദൈവമായ കർത്താവ് ഇസ്രായേലിനോട് പറയുന്നു, മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് നിങ്ങൾ വാഗ്ദത്ത ദേശത്തിൽ എത്തുമ്പോൾ, സ്തോത്രം, അത് 7 ശബത വർഷം നിങ്ങൾ എണ്ണയണം. ഒരു ശബത് കഴിഞ്ഞ് 7 ശബത്. 7 into 7, that means 49. നെക്സ്റ്റ് ഇയർ അതത്രേ, സ്തോത്രം, ജൂബിലി ഇയർ, 50-ാം വർഷം. ആ 50-ാം വർഷം മഹാകാഹള ധ്വനിയോടെ നിങ്ങൾ യോവേൽ സംവത്സരം പ്രസിദ്ധമാക്കണം. ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു, 4000 വർഷങ്ങൾക്ക് മുമ്പ് യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്തിലേക്ക് എത്തി. അന്ന് നടന്നത് നമ്മളുമായിട്ട് എങ്ങനെയാണ് കണക്ട് ആകുന്നത്? ഞാൻ പറയട്ടെ, സ്തോത്രം, അന്ന്, സ്തോത്രം, 50 വർഷം അവർ കാത്തിരിക്കണമായിരുന്നു. അന്ന് അവർ 50 വർഷം കാത്തിരിക്കണമായിരുന്നു. എന്നാൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാഹളനാദം പോലെ അത്യുച്ചത്തിൽ കർത്താവ് യേശു ക്രിസ്തു 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ ആകാശത്തിന് ഭൂമിക്ക് മേതെ തൂങ്ങി നിന്ന് അനുപ്രകാരം വിളിച്ചു പറഞ്ഞു, സകലതും നിവർത്തിയായി. അതത്രേ ജയഭേരി, അതത്രേ, സ്തോത്രം, നിന്റെ ഡിക്ലറേഷൻ, നിന്റെ ജയത്തിന്റെ ഡിക്ലറേഷൻ, നിന്റെ ജയത്തിന്റെ പ്രഖ്യാപനം വെളിപ്പെട്ടത് ഇന്ത്യൻ പാർലമെന്റ് ഹൗസിലോ വൈറ്റ് ഹൗസിലോ അല്ല, കാൽവരി ക്രൂസിലെ മേലെ അത്രേ. കാൽവരി ക്രൂസിൽ വെച്ച് അയ്യോ എന്ന് പറഞ്ഞല്ല അവൻ, അതെ, സ്തോത്രം, അത് ഡിക്ലെയർ ചെയ്തത് സകലതും നിവൃത്തിയായി. ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇറ്റ് ഈസ് ഫിനിഷ്. സ്തോത്രം, അതെ, അതിനർത്ഥം ആരൊക്കെയോ എന്നെ തീർത്തു എന്നല്ല, പിന്നെയോ ദൈവം എന്നെ ഏൽപ്പിച്ചത്, പിതാവായ ദൈവം എന്നെ ഏൽപ്പിച്ചത് ഞാൻ തീർത്തു. അയ്യോ, നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ കുറച്ചുകൂടെ സ്ലോയിൽ പോവാം. സ്തോത്രം, അതെ, യേശു കർത്താവ് ക്രൂശിന്മേൽ വിളിച്ചു പറഞ്ഞത് ഞാൻ തീരുന്നു എന്നല്ല, പിന്നെയോ പിതാവായ ദൈവം എന്നെ ഏൽപ്പിച്ചത് ഞാൻ തീർക്കുന്നു. ഞാൻ പറയട്ടെ, ദൈവദാസിമാരെ മനസ്സിലാക്കണമേ, ദൈവം നിങ്ങളെ കുറിച്ച് എന്തൊക്കെയാണോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അത് വല്ലോനും കൊണ്ടുപോയി ചെയ്യുന്നത് നിങ്ങൾ കാണത്തില്ല. ദൈവം എന്തെങ്കിലും നിന്നിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നിന്നിലൂടെ നടക്കത്തുള്ളൂ, യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് ആരെങ്കിലും വേറെ എന്തെങ്കിലും സഭ തുടങ്ങിയാലോ മറ്റു ശുശ്രൂഷ ചെയ്താലോ, അയ്യോ, നമ്മുടെ, സ്തോത്രം, അതെ, തല കറങ്ങി BP, ഭാര്യ പേടിയല്ല, ബ്ലഡ് പ്രഷർ, സ്തോത്രം, നമ്മുടെ തല കറങ്ങി BP കൂടേണ്ട കാര്യമില്ല. സ്തോത്രം, ഞാൻ പറയട്ടെ, നമ്മുടെ വിളി മറ്റൊരാളിന്, അതെ, മോഷ്ടിപ്പാൻ കഴിയത്തില്ല. നമ്മുടെ അഭിഷേകത്തെ വേറൊരിടത്തിന് പിക് പോക്കറ്റ് ചെയ്യാൻ കഴിയത്തില്ല. നിന്റെ വിളിയെ മറ്റൊരാൾക്ക് മോഷ്ടിപ്പാൻ കഴിയത്തില്ല. നിന്റെ അഭിഷേകത്തെ മറ്റൊരുത്തന് മോഷ്ടിപ്പാൻ കഴിയത്തില്ല. നിന്റെ വിളിയെ, നിന്റെ അഭിഷേകത്തെ വേറൊരു പിശാചിനെ, വേറൊരു മനുഷ്യനെ, അതെ, കൊള്ളയടിക്കാൻ കഴിയത്തില്ല. സ്തോത്രം പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി എല്ലാ ഇൻസെക്യൂരിറ്റി ഫീലിംഗും യേശുവിന്റെ നാമത്തിൽ പോകട്ടെ. നിന്റെ അഭിഷേകത്തെ, നിന്റെ വിളിയെ വേറെ ആർക്കും കൊള്ളയടിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം എന്തെങ്കിലും നിന്നിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നിന്നിലൂടെ മാത്രമേ അവൻ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് വേറെ ആർക്കും അത് നിർത്തുവാൻ കഴിയത്തില്ല. സ്തോത്രം, പകരം നിനക്ക് നിർത്താൻ പറ്റും. നീ നേരെ ജീവിച്ചില്ലെങ്കിൽ നിനക്ക് ആ ദൈവിക പദ്ധതിയെ നിർത്താൻ പറ്റും. നിനക്ക് മാത്രമേ ചിലപ്പോൾ അത് നിർത്താൻ പറ്റത്തുള്ളൂ. സ്തോത്രം, അല്ലാതെ മറ്റാർക്കും അത് തടയുവാൻ കഴിയത്തില്ല. 50-ാം ദിവസത്തിനായി, സ്തോത്രം, കർത്താവ് പറഞ്ഞു, കാഹളനാദം കേൾപ്പിക്കണം. ആ കാഹളനാദത്തിൽ പ്രഖ്യാപിക്കണം, സ്തോത്രം, സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. എന്തിനുള്ള സ്വാതന്ത്ര്യമാണ്? 2 ടേമാണ് പ്രധാനമായി ലേവ്യ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. ലേവ്യ പുസ്തകം 25-ാം അധ്യായം വായിപ്പിക്കാൻ നേരമില്ല, വീട്ടിൽ പോയി വായിക്കാൻ, നാളെ ജോലി കൊണ്ട്. പിന്നെ, സ്തോത്രം, ഞാൻ വന്ന് അധിക പ്രസംഗി ആയി എന്ന് ആരും കുറ്റം പറയില്ല. വീട്ടിൽ പോയി ഇന്ന് രാത്രി ചിക്കൻ്റെ കാല് കടിക്കുന്നതിന് മുമ്പ് ലേവ്യ പുസ്തകം 25-ാം അധ്യായം നിങ്ങൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വായിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പെട്ടെന്ന് പറയുന്നത് വളരെ നന്നായി മനസ്സിലാകും. ലേവ്യ പുസ്തകം 25. കേട്ടവർ മാത്രം കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. കേട്ടില്ല, ഒരിക്കൽ കൂടെ. ലേവ്യ പുസ്തകം 25. കേട്ടവർ മാത്രം കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. Leviticus chapter 25. There you can read about the Jubilee year. അവിടെയാണ്, സ്തോത്രം, അതെ, യോവേൽ സംവത്സരത്തെ കുറിച്ച് നിങ്ങൾക്ക് വായിക്കുവാൻ തക്കോണം കഴിയുന്നത്. അവിടെ കർത്താവ് പറഞ്ഞത് ബന്ധനം അല്ല പറഞ്ഞത്, കർത്താവിടെ സ്വാതന്ത്ര്യമാണ് പറഞ്ഞത്. ഹേ, ദൈവം, സ്തോത്രം, അതെ, സ്വാതന്ത്ര്യത്തിന്റെ ദൈവമാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. അയ്യോ, ഇപ്പൊ വായിക്കല്ലേ എന്റെ കർത്താവ്, ഇപ്പൊ വായിക്കല്ലേ, ദാഹിക്കുമ്പോ കിണർ കുടിക്കല്ലേ, ചത്തു. സ്തോത്രം, അതെ, ഇപ്പൊ വായിക്കല്ലേ, ഇപ്പൊ എന്റെ മനോഹരമായ മുഖം നോക്കിയിരുന്നാട്ടെ. സ്തോത്രം, അതെ, ഇപ്പൊ അതെ, ഇടക്കിടക്ക് കർത്താവിനെ സ്തുതിച്ച് ഇങ്ങോട്ട് നോക്കിയിരുന്നാട്ടെ. വേദപുസ്തകം പറയുന്നു, അതെ, 25-ാം അധ്യായത്തിൽ ലേവ്യ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയുന്നു യോവേൽ സംവത്സരം. അവിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ് 2 കാര്യത്തിൽ. 1, സ്തോത്രം, അതെ, അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. 2, ദാരിദ്ര്യത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ആരോ നിനക്ക് യജമാനാണ്, ആ അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ക്രിസ്തീയ ജീവിതം ബന്ധനത്തിന്റെ ജീവിതം അല്ല. ഇന്ന് പുതിയ നിയമത്തിൽ മാത്രമല്ല, അങ്ങ് ദൂരെ പഴയ നിയമത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ആക്കി വെച്ചത് അടിമയായിട്ടല്ല. സ്തോത്രം, ദൈവം ആദാമിനെ നോക്കി ഇപ്രകാരമാണ് പറഞ്ഞത്, സകലത്തിന്മേലും നീ വാഴുക.
ആദാമേ സകലത്തിന്മേലും നീ വാഴുക. അതാണ് സ്തോത്രം പിതാവായ ദൈവത്തിന്റെ ഹൃദയം. എനിക്ക് സ്തോത്രം 2 പെൺകുട്ടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരുടെ മേലും ഒരു ഈച്ച വന്നിരിക്കുന്നത് അപ്പനാ എനിക്ക് ഇഷ്ടമല്ല. ഒരു കൊതു വന്നിരുന്നാൽ ഞാൻ അടിച്ചു കൊല്ലും. സ്തോത്രം. എൻ്റെ കുഞ്ഞിൻ്റെ മുകളിൽ വേറെ ഒന്ന് വന്നിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതേ ക്രമത്തിൽ എൽ ഷഡായ് എൽ ഷഡായ് എൽ ഷഡായ് ഇന്ന് രാത്രി പറയുന്നു, നിന്റെ മേലൊന്നും വാഴുന്നത് എനിക്കിഷ്ടമല്ല. നിന്റെ മേലൊന്നും വാഴല്ല. ഒരു ഭാരം, ഒരു കണ്ണുനീര്, ഒരു പെയിൻ, ഒരു പ്രഷർ നിന്റെ മേൽ വാഴല്ല. ഒന്നും നിന്നെ ഭരിക്കല്ല. പകരം സകലത്തിന്മേലും നീ ഭരിക്കണം. അയ്യോ, നിങ്ങൾ കേട്ടില്ല? ഓ, ഇത് തിരുവനന്തപുരം ഗോസ്പലല്ല, ഇത് കർത്താവിന്റെ ഗോസ്പല. രാജ്യം മാറി എന്ന് വിചാരിച്ചു, വചനം മാറുന്നില്ല സഹോദരങ്ങളെ. സ്തോത്രം. ഒന്നും നിന്നെ മേൽ വാഴല്ല. ഒരു പെയിനും നിനക്ക് വേണ്ട, ഒരു മാനസിക സംഘർഷവും നിനക്ക് വേണ്ട. ഒരു മുടി പോലും അനാവശ്യമായി വെളുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു രോമം പോലും നേരത്തെ പൊടിയാൻ പാടില്ല. ഇന്ന് ആരൊക്കെ എന്നോട് പറയുന്നുണ്ട്, ഓ പാശ്ചാത്യ ദേശത്ത് നേരത്തെ ജനം ഡിപ്രസ്ഡ് ആകുന്നു, നേരത്തെ ജനം രോഗത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. കാരണം അത്ര വലിയ സൈക്കോളജിക്കൽ പ്രഷറിലാണ്, മാനസിക വ്യഥയിലാണ് അവർ കടന്നു പോകുന്നത്. യേശുവിന്റെ നാമത്തിൽ ഭോവിശാചേ, ഞങ്ങൾ ഈ ലോകത്തിലെ ജനമല്ല, ഞങ്ങൾ സ്വർഗത്തിലെ പൗരന്മാർ അത്രേ, കർത്താവിന്റെ കുഞ്ഞുങ്ങൾ അത്രേ. ഒന്നും ഞങ്ങളെ ഭരിക്കത്തില്ല, പകരം സകലത്തിന്മേൽ നമ്മൾ ഭരിക്കുന്നവരത്രേ. അതുകൊണ്ട് പാപത്തിന്മേൽ സ്വാതന്ത്ര്യം പ്രാപിച്ചു ദൈവത്തിന്റെ കൃപകൾ കടന്നു വരുമ്പോൾ നീ കുനിഞ്ഞല്ല നടക്കുന്നത്, തല ഉയർത്തിയാണ് നടക്കുന്നത്. സ്തോത്രം. തമിഴിൽ പറഞ്ഞാൽ വീരനട. ജയിച്ചത്രയും നീ നടക്കുന്നത്, ജയിച്ചത്രയും നീ നടക്കുന്നത്. കരങ്ങൾ ഉയർത്തി നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവകൃപയാൽ മനസ്സിലാക്കി, ഞാൻ പുഴുവാണ്, തുരുമാണ്, കൃപയാണ്. സ്തോത്രം. അങ്ങനെയല്ല. സ്തോത്രം. നീ ദൈവത്തിന്റെ പൈതലാണ്, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. വേദപുസ്തകം പറയുന്നു, യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 26 മുതൽ 29 വരെ വായിക്കുമ്പോൾ കർത്താവ് സ്വാതന്ത്ര്യം പറഞ്ഞു. അതിന് ഇപ്രകാരമാണ് യേശു കർത്താവ് പറഞ്ഞത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. വായി തുറന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, സാക്ഷാൽ സ്വതന്ത്രർ ആകും. ഒരിക്കൽ കൂടെ. റെഡി? 1 2 3. യെസ്. അത് ആത്മാവിൽ മാത്രമല്ല, അത് മനസ്സിൽ മാത്രമല്ല, അത് ശരീരത്തിലും. സ്തോത്രം. നിങ്ങൾ ബന്ധിക്കപ്പെട്ടവരല്ല, ദൈവത്തിന് കൃപയാൽ നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരത്രേ. ആത്മാവിൽ നിങ്ങൾ സ്വതന്ത്രരായി കഴിഞ്ഞാൽ പിന്നെ ഒന്നിലും നിന്നെ കെട്ടുവാൻ സാത്താൻ ഒരിക്കലും കഴിയാത്തേയില്ല. സ്തോത്രം. എന്ന് വിചാരിച്ച് നിന്നെ ഏതോ വലിയൊരു ബ്ലേഡ് കമ്പനിയുടെ ഓണർ ആക്കുമെന്ന് അല്ല ഞാൻ പറയുന്നത്. മീറ്റിങ്ങിന് സൈക്കിൾ വന്നാൽ അവസാനം കാറിൽ പോകാമെന്ന് പറയുന്ന പ്രോസ്പെരിറ്റി തിയോളജി അല്ല ഞാൻ പറയുന്നത്. There is no prosperity theology or poverty theology. ഒരൊറ്റ സുവിശേഷം മാത്രമേ തിരുവചനത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. തേജസ്സിന്റെ സുവിശേഷം. തേജസ്സിന്റെ സുവിശേഷം. ദരിദ്ര സുവിശേഷമല്ല, സമൃദ്ധിയുടെ സുവിശേഷമല്ല, തേജസ്സിന്റെ സുവിശേഷം. തേജസ്സിന്റെ സുവിശേഷം എവിടെയുണ്ടോ അവിടെ ഒന്നിലും നിങ്ങളെ പൂട്ടിയിടുവാൻ പിശാചിന് കഴിയത്തേയില്ല. സാത്താൻ ഒരിക്കലും നിന്നെ എന്നെന്നും ഏതെങ്കിലും ജയിലിൽ, ഏതെങ്കിലും സിംഹക്കുഴിയിൽ നിന്നെ പൂട്ടിയിടുവാൻ കഴിയത്തേ ഇല്ല. ഓ സ്തോത്രം. 2013 യോസേഫായി ഏതെങ്കിലും കുഴികളിൽ നിങ്ങൾ കിടക്കുന്നെങ്കിൽ മനസ്സിലാക്കുക, 2013 ദാനിയേൽമാരായി ഏതെങ്കിലും സിംഹഗുഹയിൽ നിങ്ങൾ കിടക്കുന്നെങ്കിൽ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നു, ആരോ ഇരുന്നിട്ട് പോയ സീറ്റിലല്ല അവർ ഇരുന്നത്. പോയി. സ്തോത്രം. ആരോ ഇരുന്നിട്ട് പോയ സീറ്റിലല്ല ദൈവം അവരെ ഇരുത്തിയത്. ആ കാലഘട്ടത്തിൽ തങ്ങളുടെ ചുറ്റും നിന്ന് മറ്റാർക്കുമില്ലാത്ത വ്യഥയും വേദനയും അവർക്കുണ്ടായിരുന്നു, മറ്റാർക്കുമില്ലാത്ത വെല്ലുവിളി അവർക്കുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആരോ പറയുന്നു, വേറെ ആർക്കുമില്ലാത്ത പെയിൻ, വേറെ ആർക്കുമില്ലാത്ത ചാലഞ്ചസ്, വേറെ ആർക്കുമില്ലാത്ത പ്രശ്നം, വേറെ ആർക്കുമില്ലാത്ത കണ്ണുനീർ നിനക്കുണ്ടോ? ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ സ്തോത്രം ഞാൻ പ്രവചിക്കട്ടെ. സ്തോത്രം. നാളെ ഈ നേരത്തെ ഞാൻ പ്ലെയിനിലാണ്, നാട്ടിലേക്ക് ഞാൻ മടങ്ങാം. ഇന്ന് രാത്രി ഈ ദൂത് ഏറ്റെടുക്ക. ആരോ ഇരുന്നിട്ട് പോയതല്ല, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുവാൻ വേണ്ടി പോകുന്നത്. സൃഷ്ടികർത്താവ് ഹ്യൂസ്റ്റൺ പട്ടണത്തിൽ, ടെക്സസിൽ ആരോ ഇരുന്നിട്ട് പോയതല്ല, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുവാൻ വേണ്ടി പോകുന്നത്. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതത്രേ നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി ദൈവം ഒരുക്കുന്നത്. ഞാനിത് പറയണമെന്ന് വിചാരിച്ചതല്ല. 2004 ഞാനും സാനിയുമായിട്ട് ഈ രാജ്യത്തിൽ കടന്നു വന്നു. സ്തോത്രം. അങ്കിളുടെ കൂടെ, ജോൺസൺ അങ്കിളുടെ കൂടെ താമസിച്ചു. അദ്ദേഹം കൊണ്ടുപോയി നാസ ഞങ്ങളെ കാണിച്ചു. സുരേഷ് ബാബു ബ്രദർ ഒറ്റയ്ക്ക് വരുമ്പോൾ സ്തോത്രം സൈറ്റ് സീയിങ്ങിന് പോകത്തില്ല, സാനി ഉണ്ടല്ലേ പോകത്തുള്ളൂ. സ്തോത്രം. അങ്ങനെ നാസ കാണിച്ചു തന്നു. സ്തോത്രം. ആ മീറ്റിംഗ് അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു മീറ്റിംഗ് കർത്താവിൻ്റെ കൃപയാൽ ഈ പട്ടണത്തിലുണ്ടായി. എന്നിട്ട് ഡാളസിലേക്ക് ഞങ്ങൾ പോവാ. ജോഷു അങ്കിളിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ജോഷു വർഗീസ് അങ്കിളിൻ്റെ അടുത്ത്, സ്തോത്രം ഒരു കാര്യം ചെയ്യും, ഡാളസിലേക്ക് വന്നേ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ കല്യാണത്തിന് വിളിക്കാൻ പറ്റാത്തത് കൊണ്ട് ഡാളസ് മീറ്റിങ്ങിന് വേണ്ടി വിളിച്ചു.
വന്നേ പറ്റത്തുള്ളൂ. സ്തോത്രം. നിർബന്ധിച്ച് വിളിച്ചു. നല്ല മീറ്റിംഗ് ഫിലദൽഫിയ എന്നോ മറ്റോ ആണ് പാസ്റ്റർ സാമുവൽ ഐസക്കിന്റെ ചർച്ച്. ആ ചർച്ചിൽ നല്ല മീറ്റിംഗ് നടന്നു. ഞാൻ ഇന്ന് ഓർക്കുന്നു, എക്സ്ട്രീം റൈറ്റിൽ ഇന്ന് ഫിലിപ്പ് സാർ ഇരിക്കുന്നത് പോലെ മൂന്നാമത്തെ റോയിൽ അങ്ങേറ്റവും അന്ന് ജോഷു അങ്കിൾ ഇരുന്നത്. സ്തോത്രം. ആ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ സന്തോഷത്തോടെ താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് അങ്ങളുടെ അടുത്ത് പറഞ്ഞു, സ്തോത്രം, ഒത്തിരി നന്ദിയുണ്ട്, വന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. ഈ എളിയവന്റെ അതെ വാക്ക് മാനിച്ച് വന്നല്ലോ. അത് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ബ്രദർ എന്നെ അറിയാമോ, $800 ഇന്ന് എനിക്ക് കിട്ടുമായിരുന്നു ഞാൻ ഇന്ന് ജോലിക്ക് പോയിരുന്നെങ്കിൽ. കണ്ടോ, ഇത്രയും നേരം സ്വോത്രം പറയാത്തൊരു ഇപ്പോൾ സ്വോത്രം പറയുന്നല്ലോ എൻ്റെ കർത്താവേ. സ്തോത്രം. $800 കിട്ടുമായിരുന്നു ഇന്ന് ഞാൻ ജോലിക്ക് പോയിരുന്നെങ്കിൽ. അതേ പറഞ്ഞു, അത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ മീറ്റിങ്ങിന് വന്നത്. വെറുതെ മീറ്റിങ്ങിന് വരുന്നവരുണ്ട്, വില കൊടുത്ത് വരുന്നവരുണ്ട്. വെറുതെ മീറ്റിങ്ങിന് വരുന്നവരുണ്ട്, വില കൊടുത്ത് വരുന്നവരുണ്ട്. ഇന്ന് ലേക്ക്വുഡ് ചർച്ചിൻ്റെ ഒരു സർവീസിന് വേണ്ടി പോയി. പക്ഷെ അവിടുത്തെ സ്തോത്രം ആരാധന കണ്ടപ്പോൾ സ്തോത്രം രണ്ടാമത്തേനും കൂടെ ഞാൻ അങ്ങ് അറ്റൻഡ് ചെയ്തു. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ മകൾ ലിസ, ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 25,000 പീപ്പിൾ രണ്ട് സർവീസും കൂടെ വന്നു പോയി കാണും. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ മകൾ ലിസ പ്ലാറ്റ്ഫോമിൽ നിന്ന് പാടുമ്പോൾ എൻ്റെ ഹൃദയത്തിന് അനുഗ്രഹം. ഞാൻ ഈ പുസ്തകം എടുത്തെന്ന് പറയട്ടെ. സ്തോത്രം. എനിക്ക് മനസ്സിലായത്, സ്തോത്രം, ഈ പുസ്തകവുമായി ഏത് മാതാവാണോ പിതാവാണോ ഈ പട്ടണത്തിൽ ഓടിയത്, തലമുറകളെ മാനിക്കുന്ന ഒരു കർത്താവ് സ്വർഗത്തിൽ നിങ്ങൾക്കായി ജീവിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവദാസന്മാർക്ക് വേണ്ടിയല്ല നീ നിൽക്കേണ്ടത്, പ്രസ്ഥാനത്തിലല്ല നീ നിൽക്കേണ്ടത്. നീ കർത്താവിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ നിന്നെ മാത്രമല്ല നിന്റെ തലമുറയെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അസൂയില്ലാത്തവർ മാത്രം കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. സ്തോത്രം. വേദപുസ്തകം പറയുന്നത് അതെ, ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ്. ഒരു സ്വാതന്ത്ര്യം. ഒന്നും നിന്റെ മേൽ വാഴല്ല, സകലതും. സ്തോത്രം. അതെ, സകലത്തിന്മേലും നീ വാഴയണം. സ്വാതന്ത്ര്യം. എൻ്റെ കർത്താവ് നിന്നെ വിളിച്ചിറക്കിയിട്ട് പട്ടിണിക്കിടുന്നവനല്ല, അവൻ കരുതുന്നവൻ. അത്രേ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം. സ്തോത്രം. നഷ്ടപ്പെട്ടവൻ, വീട് നഷ്ടപ്പെട്ടവൻ, വാഗ്ദത്ത ഭൂമി നഷ്ടപ്പെട്ടവൻ, യോവേൽ സ്തോത്രം സംവത്സരത്തിന്റെ പ്രത്യേകത അവൻ നോക്കി കർത്താവ് പറയുന്നു, നിന്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോ. ദാറ്റ് മീൻസ് ദൈവത്തിൻ്റെ കൃപയാൽ എന്താണ് നിനക്ക് നഷ്ടപ്പെട്ടത് തിരികെ വരുന്നതായ ഒരു സമയം അത്രേ. സ്തോത്രം. ജൂബിലി ഇയർ. ഇന്നലെ രാത്രി നമ്മൾ കേട്ടു. ഇന്ന് രാത്രി ഞാൻ വീണ്ടും പറയട്ടെ, കാരണം 2-3 സാക്ഷികളായാലും ഏതൊരു കാര്യവും ഉറപ്പാക്കും. സ്തോത്രം. ഇത് പോയത് അയ്യോ ബ്രദറെ പോയി, അയ്യോ കാക്കയെ പറ്റിച്ചോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സീസൺ അല്ല ഇത്. പകരം സ്തോത്രം, പോയത് ദൈവത്തിന്റെ കൃപയാൽ തിരികെ കിട്ടുന്ന ഒരു സീസൺ അത്ര ഇത്. യേശു കർത്താവ് ഒരു അധ്യായത്തിൽ തന്നെ 3 ഉപമകൾ പറഞ്ഞു. 100 ആടിൽ 1 പോയി, 10 ദിരഹ്മയിൽ 1 പോയി, 2 മക്കളിൽ 1 പോയി. കണ്ടോ, ജോൺസൺ അങ്കിളിനോട് കൂടുതൽ വിവരങ്ങൾക്ക് ചോദിക്കുക. സ്തോത്രം. അതെ, 100 ആടിൽ 1 പോയി, നഷ്ടം 1%. 10 ദിരഹ്മയിൽ 1 പോയി, നഷ്ടം 10%. 2 മക്കളിൽ 1 പോയി, നഷ്ടം 50%. ഹേ യേശുവച്ച, അവിടെ എന്താ പറയുന്നത്? ഈ നഷ്ടത്തിന്റെ പെർസെന്റേജ് കൂട്ടുന്ന പുസ്തകമാണോ അത്? നോ. അവൻ പറഞ്ഞത് സ്തോത്രം, 1 പോയി പക്ഷെ തിരികെ കിട്ടി. 10 പോയി, അത് തിരികെ കിട്ടി. 50 പോയി, സ്തോത്രം, അത് തിരികെ കിട്ടി. ഇന്ന് ചെറിയൊരു പെർസെൻറ്റേജ് ആണോ നിനക്ക് നഷ്ടപ്പെട്ടത്? വലുതാണോ നഷ്ടപ്പെട്ടത്? നീ ജീവിക്കുന്നത് ദൈവത്തിന്റെ സീസൺ അത്രേ. ഇറ്റ്സ് ഓൺ ദ വേ. സ്തോത്രം. അത് വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിന് വേണ്ടി ആരാണോ നിൽക്കുന്നത്, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവം നിനക്ക് വേണ്ടി കരുതുന്നവൻ അത്രേ. സുവിശേഷത്തിന് വേണ്ടി ആരാണ് ഓടുന്നത്, നിൽക്കുന്നത്? കർത്താവ് നിന്നെ വിളിച്ചിറക്കിയിട്ട് ഒരിക്കലും സ്തോത്രം പട്ടിണിക്ക് ഇടുന്നവനല്ല, അവൻ കരുതുന്നവൻ അത്രേ. സ്തോത്ര. വേദപുസ്തകം പറയുന്നു 2 പേർക്ക് വേണ്ടി, 2 പേരെ ഏതേൻ തോട്ടത്തിൽ, ആദമും ഹവ്വയും 2 പേരെ ഏതേൻ തോട്ടത്തിൽ ദൈവമായ കർത്താവ് സൃഷ്ടിച്ചാക്കി വെച്ച് അവർ നോക്കിയിട്ട്, ആദാമേ ഹവ്വയെ, ഈ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് വെള്ളം സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ 2 ബക്കറ്റല്ല അവരെ കയ്യിൽ കൊടുത്തത്. സ്തോത്രം. ഗ്ലോബൽ വാർമിംഗ് വരുന്നു, അതുകൊണ്ട് സൂക്ഷിച്ച് വെള്ളം കളയല്ല മക്കളെ എന്ന് വിചാരിച്ച് 2 ബക്കറ്റല്ല അവരെ കയ്യിൽ പിടിപ്പിച്ച് 2 പേർക്ക് വേണ്ടി ദൈവം 4 നദികളെ ഉണ്ടാക്കി. സ്തോത്രം. എൻ്റെ കർത്താവ് കരുതുന്നവൻ അത്രേ. സ്തോത്രം. അതെ, 2ാം ലോക മഹായുദ്ധം ഭയങ്കരമായി കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, യഹൂദന്മാരെ രക്ഷിക്കുവാനായി യഹൂദന്മാരെ രക്ഷിച്ച 100 കണക്കിന് യഹൂദന്മാരെ രക്ഷിച്ച ഒരു 8 മിഷണറിമാർ സൈബീരിയൻ മരുഭൂമിയിൽ ഉണ്ടായിരുന്നു. യഹൂദന്മാർക്കെതിരെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ. അയ്യോ, യഹൂദന്മാർക്കെതിരെ ഒന്നും ഉണ്ടല്ലോ. എൻ്റെ ബൈബിൾ അങ്ങനെ പറയുന്നു. നിങ്ങളുടെ ബൈബിൾ പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം, യഹൂദനെ, അതായത് അബ്രഹാമിന്റെ സന്തതി വല്ലതും പറഞ്ഞാൽ ഒത്തു. അതുകൊണ്ട് സ്തോത്രം. അതെ, മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെന്ത് പറയുന്നു, പ്രസിഡന്റ് എന്ത് പറയുന്നു, അതല്ല നമുക്ക് ദൈവം എന്ത് പറയുന്നു, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സ്തോത്രം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതനെ, ദൈവദാസനെ അതേ നമ്മൾ തൊട്ടാൽ ദൈവത്തിന് വേദനിപ്പിക്കുന്നത് പോലെ തന്നെ അതേ ദൈവത്തിന്റെ മക്കളെ തൊട്ടാൽ ദൈവത്തിന് നോവും. ജോൺസൺ അങ്കിൾ, ലിസിയാനി വളരെ നല്ല ആൾക്കാരാ. എല്ലാ പല്ലും കാണിച്ച് നമ്മൾ നോക്കി ചിരിക്കുന്ന നല്ല ആൾക്കാരാ. പക്ഷേ അവരെ പിള്ളേരെ എന്തെങ്കിലും ചെയ്തു നോക്ക്.
ഇതുപോലെ തന്നെ ദൈവത്തിന്റെ പ്രത്യേകത. കർത്താവ് എന്നെ കുറിച്ച് ആരെങ്കിലും എല്ലാം പറ, പക്ഷെ എന്റെ മക്കളെ തൊട്ടാൽ ഫറവോനാണെങ്കിൽ എന്റെ സ്വഭാവം മാറുകയെ. അതുകൊണ്ടല്ലേ ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവ് സൃഷ്ടികർത്താവാണ്, എൽഷദായാണ്, വാഗ്ദത്തങ്ങളാണ്, അത് വിശ്വാസമാണ്, അനുഗ്രഹമാണ്, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കുന്ന നല്ല അങ്കിളിനെ പോലെ, നല്ല ആന്റിയെ പോലെ. അതേ സ്തോത്രം, കർത്താവ് നല്ലവനായി ഉൽപ്പത്തി പുസ്തകത്തിൽ വെളിപ്പെട്ടു. പക്ഷെ പുറപ്പാട് വന്നപ്പോൾ എൻ്റെ കർത്താവ് യുദ്ധം ചെയ്യുന്ന ഭയങ്കരനായി ഇറങ്ങി, യുദ്ധത്തിന്റെ കർത്താവായി ഇറങ്ങി. കാരണം എൻ്റെ ദൈവം പറയും, എനിക്കിട്ട് ആരെങ്കിലും വല്ലതും ചെയ്താൽ ഞാൻ സഹിക്കും, പക്ഷെ എൻ്റെ പിള്ളേർക്കിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ എൻ്റെ വിധം മാറും. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നിന്നെ ആരെങ്കിലും തൊട്ടാൽ എൻ്റെ ദൈവത്തിന് ഒരിക്കലും സഹിക്കത്തില്ല. സോ യഹൂദൻ ദൈവത്തിന്റെ സ്തോത്രം, അതെ മക്കൾ അത്രേ. അന്ന് സൈബീരിയയിൽ സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമിൽ നൂറുകണക്കിന് സ്തോത്രം യഹൂദന്മാരെ രക്ഷിപ്പാനായിട്ട് ഈ 8 മിഷണന്മാർ സ്തോത്രം അവിടെ ഉണ്ടായിരുന്നു. ഹിറ്റ്ലറിന്റെ പട്ടാളത്തിൽ നിന്ന് അവരെ രക്ഷിച്ച് ഇങ്ങനെ പുറത്തു കൊണ്ടുവന്നു. എന്നാൽ കുറെ നാൾ കഴിഞ്ഞപ്പോൾ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ആഹാരമില്ല. ആ ആഹാരമില്ലാതെ സ്തോത്രം അവർ നട്ടം തിരിഞ്ഞു. ആഹാരത്തെക്കാൾ ഉപരി അവർക്ക് ഏറ്റവും അത്യാവശ്യം സ്തോത്രം വിറകായിരുന്നു. ആഹാരമില്ല, സ്തോത്രം, അതെ വെള്ളമില്ല, വിറകുമില്ല. എന്തിനാ വിറക്? ഭയങ്കരമായ സ്നോഫാളാണ്. നിങ്ങൾക്കറിയാം അമേരിക്കയിലുള്ളവർക്ക്. സ്തോത്രം, ആഹാരത്തെക്കാൾ വെള്ളത്തെക്കാൾ ഭയങ്കരമായി ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വിറക് വേണം. 8 മിഷന്മാർ, ദൈവത്തിന്റെ ദാസന്മാർ, കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചവർ, സുവിശേഷ വേല ചെയ്യുന്നവർ. ഞാൻ പറയട്ടെ, ഫണ്ട് കൊണ്ട് ചെയ്യേണ്ടതല്ല ദൈവവേല, വിശ്വാസത്താൽ ചെയ്യുന്നത് അത്ര ദൈവവേല. എന്റെ നീതിമാൻ ഫണ്ടിനാൽ ജീവിക്കുമെന്നല്ല ബൈബിൾ പറയുന്നത്. പിന്നെ എന്തുവാ? റിയലി ഇവിടെ അങ്ങനെയാണ്. സ്തോത്രം, യെസ്. പക്ഷെ സഭയിൽ ഞാൻ കണ്ടിട്ടുള്ള പൈസ ഉള്ളവന് വിഷൻ ഇല്ല, വിഷൻ ഉള്ളവന് പൈസ ഇല്ല. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നവര് ദർശനമുള്ളവന് കൊടുക്കണം. സ്തോത്രം, ജീനുള്ളവർ ആമേൻ പറഞ്ഞേ. So ഇവർ 8 പേർ, സ്തോത്രം, ഇവർ 8 പേർ. ഓ സ്തോത്രം, അതെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വെള്ളമില്ല, ആഹാരമില്ല, സ്തോത്രം, വിറകില്ല, മരിക്കാൻ പോവാ. ഭയങ്കര സ്നോഫോൾ. രാവിലെ എഴുന്നേറ്റ് 8 പേരും കൂടെ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കി. സ്തോത്രം, വിശ്വാസത്തോടെ ഒരു പേപ്പർ എടുത്തു. ആ പേപ്പറിൽ എഴുതി എന്തൊക്കെയാണ് അവർക്ക് ആവശ്യമായിരിക്കുന്നത്. കർത്താവേ, വിറക്, വെള്ളം, ആഹാരം, സ്തോത്രം, എന്തൊക്കെ വേണമെന്ന് പറഞ്ഞ് അവരെല്ലാം കൂടെ പേപ്പറിൽ എഴുതിയിട്ട് 8 പേരും കൂടെ അതിന്മേൽ കൈവച്ചു. 8 പേരും കൂടെ കൈവച്ച് അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അത് പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞപ്പോൾ ആ വാതിൽക്കൽ ആരാണ്ട് നടക്കുന്ന ശബ്ദം ഞെട്ടിപ്പോയി. ഹിറ്റ്ലറിൻ്റെ പട്ടാളം നമ്മളെ കണ്ടു. നാസി പട്ടാളം നമ്മളെ ഇത് അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു, നമ്മെ കൊല്ലുവാൻ വേണ്ടി പോകുന്നു. അറച്ചവർ ഓടിപ്പോയി. സ്തോത്രം, ആ വാതിൽ തുറന്നപ്പോൾ 8 വലിയ പാക്കറ്റ്സ് ഇരിക്കുക. വലിയ ട്രക്ക് വന്നാലേ ഈ പാക്കറ്റ് വരത്തുള്ളൂ. 8 വലിയ പാക്കറ്റ് ഇരിക്കുക. പക്ഷെ നോക്കുമ്പോൾ വണ്ടി പോയിട്ട് ഒരു ഫുട് പ്രിന്റ് പോലും ആ ഐസിലില്ല. ഒറ്റ ഫുട് പ്രിന്റ് ഇല്ല. 8 വലിയ പാക്കറ്റ് ഇരിക്കുക. ഇതാരാ കൊണ്ടുവന്ന് വെച്ചേ? 8 മിഷന്മാർ പുറത്തേക്ക് ഇറങ്ങി അതിനെ എടുത്ത് അകത്തേക്ക് കൊണ്ടുവന്ന് ഓരോന്നായി തുറന്നു നോക്കിയപ്പോൾ നേരത്തെ എന്താണോ അവർ എഴുതിയത് അത് സകലതും അതിൻ്റെ ഓരോ പാക്കറ്റിലുണ്ടായിരുന്നു. രാത്രി ആരോ ദൈവത്തിന്റെ കരുതലിന് വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ അന്ന് സൈബീരിയയിൽ പ്രവർത്തിച്ച കർത്താവ് ഹ്യൂസ്റ്റണിൽ നിനക്ക് വേണ്ടി ചലിക്കുന്ന മണിക്കൂറുകൾ അത്രയത്. യേശുവിന്റെ നാമത്തിൽ നിന്റെ അപ്പൻ തരാത്തത്, നിന്റെ കുടുംബം കാണാത്തത്, യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കരുതൽ ഞാൻ പ്രഖ്യാപിക്കട്ടെ. ദൈവത്തിന്റെ കരുതൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നു. ബിക്കോസ് ദിസ് ഈസ് എ ജൂബിലി സീസൺ. ദൈവത്തിന്റെ കരുതൽ അത്രേ. www.matrimony.com അല്ല നിന്റെ മക്കൾക്ക് ഭാര്യയും ഭർത്താവിനെയും കൊണ്ടുവരേണ്ടത്. എൽ ഷദായ്, യഹോവ ഈരേ, അവനത്രേ കൊണ്ടുവരേണ്ടത്. അവനത്രേ നിനക്ക് ജോലി തരേണ്ടത്. അവനത്രേ നിനക്ക് വീട് തരേണ്ടത്. യേശുവിന്റെ നാമത്തിൽ. ഓ ചിലർ കുതിരകൾ, ചിലർ രഥങ്ങൾ ആശ്രയിക്കും. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിൽ ആശ്രയിക്കുന്നവർ മാത്രമേ 2 കരങ്ങളെ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ശക്തിയോടെ ജൂബിലി നിന്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോ. നീ കറങ്ങി നടക്കാതെ, നീ മറ്റുള്ളവന്റെ കൂരയിൽ കയറി ഞാനും ഇവിടെ കിടന്നോട്ടെ. നോ, നീ മടങ്ങിപ്പോ. നീ ഭിക്ഷക്കാരനല്ല. നീ മറ്റുള്ളവന്റെ മുൻപിൽ കൈനീട്ടി താ 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 എന്ന് പറയുന്നവനല്ല. നിനക്കൊരു അവകാശമുണ്ട്. ആരാ നിന്റെ അവകാശം? പുതിയ നിയമത്തിൽ പുരോഹിതന്മാരെ, the Lord is our portion. ദൈവം നിന്റെ അവകാശം. വാതുറന്ന് പറ, ദൈവം എൻ്റെ അവകാശം. പറഞ്ഞാട്ടെ, ദൈവം എൻ്റെ അവകാശം. ശക്തിയോടെ ഒരിക്കൽ കൂടെ. അങ്ങനെ ഈ സമൂഹം കാണും ദൈവത്തെ സേവിക്കുന്നുണ്ട്, ദൈവത്തെ സേവിക്കാത്തതിന് തമ്മിലുള്ള വ്യത്യാസം പ്രത്യക്ഷമായി ദൈവത്തിന് കൃപയാൽ ദൈവം പുറത്തെടുക്കാൻ വേണ്ടി പോകുന്നു. Because this is a jubilee year. എനിക്കറിയത്തില്ലെങ്കിൽ ഞാൻ എന്നാ മടങ്ങി വരുന്നത്. പക്ഷേ ഇത് എഴുതിയിട നിന്റെ ഡയറിയിൽ എഴുതി. അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ സ്തോത്രം, നിന്റെ അവസ്ഥ ഇതുപോലെയല്ല. ഞാൻ വെറുതെ ഊഹാപോഹമല്ല പറയുന്നത്. എന്റെ ബൈബിൾ പറയുന്ന 2 പേർ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ പിതാവ് ഉത്തരമേ മഹത്വപ്പെടുന്നതിന് വേണ്ടി
ആ കാര്യം ചെയ്യും. ഒരു ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഗ്രീക്കിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം, രണ്ടുപേർ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ഉണ്ടെങ്കിൽ തരും. എൻ്റെ ദൈവം പറയാ, ഉണ്ടെങ്കിൽ തരും, ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരും. ഇഷ്ടപ്പെട്ടില്ല. രണ്ടുപേർ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ഉണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ഖജനാവിൽ ഉണ്ടെങ്കിൽ അവൻ തരും, ഇല്ലെങ്കിൽ എന്റെ കർത്താവ് പറയുന്നു, സാരമില്ല കുഞ്ഞെ, സ്തോത്രം, ഞാൻ ഇപ്പൊ തന്നെ നിനക്ക് ഉണ്ടാക്കി തരാം. ജൂബിലി ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കുക. നിനക്ക് വേണ്ടി അവന്റെ കരം ചലിക്കുക, ഇല്ലാത്തത് ഉളവാകട്ടെ. കമാൻ. അതൊരു സമയത്തെ കുറിക്കുന്നു. ടൈം. കുഞ്ഞെ, എന്നും കാത്തിരിപ്പല്ല കേട്ടോ, എന്നും കണ്ണുനീരല്ല, എന്നും നിന്നയല്ല, എന്നും രോഗമല്ല, എന്നും ബലഹീനതയല്ല. സ്തോത്രം, കരയാനൊരു നേരമുണ്ടെങ്കിൽ ചിരിപ്പാനൊരു നേരമുണ്ട്, പരാജയപ്പെടാനൊരു നേരമുണ്ടെങ്കിൽ യഹോവ നിസി എന്ന ജയത്തിന്റെ കൊടി നിനക്ക് വേണ്ടി ഉയരുവാൻ ഒരു നേരമുണ്ട്. നീ പൊളിയാൻ ഒരു നേരമുണ്ടെങ്കിൽ ആർക്കും തകർക്കുവാൻ കഴിയാതെ ദൈവം നിന്നെ പണിയുവാൻ ഒരു നേരമുണ്ട്. എല്ലാറ്റിനും ഒരു നേരമുണ്ട്. 50th year, 50ാം വർഷം. ദൈവം ഏതെങ്കിലും ദിവസത്തിൽ, ഏതെങ്കിലും കാര്യത്തിൽ, ഏതെങ്കിലും സ്തോത്രം കാലത്തിൽ അതേ തോന്നിയതുപോലെ അവൻ ചെയ്യത്തില്ല. ഞാൻ ആവർത്തിക്കട്ടെ, ദൈവം ചെയ്യേണ്ട കാര്യം ഏതെങ്കിലും ദിവസത്തിൽ കയറി ചെയ്യത്തില്ല. ദൈവം ചെയ്യേണ്ട കാര്യം ഏതെങ്കിലും മാസത്തിലോ ഏതെങ്കിലും വർഷത്തിലോ കയറി ദൈവം ചെയ്യത്തില്ല. പകരം ദൈവം ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട ദിവസത്തിൽ, ചെയ്യേണ്ട ആഴ്ചയിൽ, ചെയ്യേണ്ട മാസത്തിൽ, ചെയ്യേണ്ട വർഷത്തിൽ തന്നെ ചെയ്യും. ഏറ്റെടുക്കുക. 6 മാസം കഴിഞ്ഞ് അടുത്ത വർഷം ഈ നേരത്തിനോ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവം ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യാം. ദൈവം എന്തെങ്കിലും ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ ഒരു ഭൂതത്തിന്, ഒരു മന്ത്രവാദത്തിന് സ്തോത്രം അവനെ കെട്ടി നിർത്താൻ പറ്റത്തില്ല. സ്തോത്രം. കാരണം എന്ത്? കർത്താവ് പറഞ്ഞു, ഞാൻ പ്രവർത്തിക്കും, ആർത്തടുക്കും. ഏറ്റെടുക്കാൻ. എന്റെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റാൽ ശത്രുക്കൾ ചിതറി തന്നെ ആകും. ദൈവം ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട ദിവസത്തിൽ തന്നെ ചെയ്യാം. സ്തോത്രം. ദൈവത്തിനൊരു ടൈമുണ്ട്. അത് നിന്റെ കയ്യിൽ കിടക്കുന്നതല്ല, നിന്റെ ചുവരിൽ തൂങ്ങുന്ന കലണ്ടറുമല്ല. ദൈവത്തിനൊരു ടൈമുണ്ട്. ഏത് പുസ്തകം പറയുന്നു? സ്തോത്രം. വളരെ ബ്യൂട്ടിഫുൾ ആയി പറയട്ടെ. സ്തോത്രം. അതെ, പഴയ നിയമത്തിൽ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനം പുറത്തു വന്നു കേട്ടോ. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനം പുറത്തു വന്നു. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനം പുറത്തു വന്നെങ്കിൽ നീ കിടക്കുന്ന അവസ്ഥകളിൽ നിന്ന് നീയും പുറത്തു വരും. നിന്നെ പീഡിപ്പിക്കുന്ന അവസ്ഥകളിൽ നിന്ന് നീയും പുറത്തു വരും. സ്തോത്രം. യോസേഫ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നു. മോശ മരുഭൂമിയിൽ നിന്ന് പുറത്തു വന്നു. ദാനിയേൽ സിംഹക്കുഴിയിൽ നിന്ന് പുറത്തു വന്നു. ഇസ്രായേൽ അതെ സ്തോത്രം മിസ്രൈമിൽ നിന്ന് പുറത്തു വന്നു. പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നു. പൗലൂസ് സ്തോത്ര കപ്പൽ ഛേദത്തിൽ നിന്ന് പുറത്തു വന്നു. ഒന്നും തോന്നുന്നില്ലെങ്കിൽ യേശു കർത്താവ് കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷമായി തോന്നി, ഈ പുറത്തു വന്നവരാരും വീണ്ടും അകത്ത് കയറിയില്ല. ഹല്ലേലൂയ. ഇന്നലകളിൽ പുറത്തു വന്ന ഒന്നിലും നീ വീണ്ടും അകത്ത് പോകത്തില്ല. ഇന്നലത്തെ കഷ്ടത്തിൽ, ഇന്നലത്തെ ഭാരത്തിൽ സ്തോത്രം, നീ വീണ്ടും അകത്ത് കയറത്തില്ല. ഇറ്റ് ഹാസ് ഗോൺ. അത് പോയി ദേവദാസനെ, അത് പോയി. അതൊരിക്കലും ആവർത്തിക്കത്തില്ല. ആ വ്യഥ ഇനി ആവർത്തിക്കത്തില്ല. പോരാട്ടം ഇനി ആവർത്തിക്കത്തില്ല. ആ പ്രതിസന്ധി ഇനി ആവർത്തിക്കത്തില്ല. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി മേലാൽ നീ കാണുക ഇല്ല. പുറത്തു വരിക. അവരെന്താ പുറത്തു വന്ന? എല്ലാവരും നില വിളിച്ചില്ല. അവർ ചിലർ നില വിളിച്ചു. എല്ലാവരും വിശ്വസിച്ചില്ല, ചിലർ വിശ്വസിച്ചു. സ്തോത്രം. നിന്റെ വീട്ടിലുള്ളത് പോലെ തന്നെ. അയ്യോ സ്തോത്രം, അമ്മമ്മ മുട്ടുമേ നിൽക്കുമ്പോൾ അച്ചായ സ്തോത്രം ന്യൂസും കണ്ടിരിക്കുക. അല്ലെങ്കിൽ അച്ചായൻ സ്തോത്രം മീറ്റിങ്ങിന് വേണ്ടി പോകുമ്പോൾ അമ്മമ്മ രണ്ടാമത്തെ ജോലിക്ക് പോവുക. സ്തോത്രം. എല്ലാവരും വിശ്വസിക്കുന്നില്ല, എല്ലാവരും പ്രാർത്ഥിച്ചില്ല. പക്ഷെ നിന്റെ വീട്ടിൽ ഒരാളെങ്കിലും വിശ്വസിച്ചാൽ മതി.
ചിലർ വിശ്വസിച്ചു. വിടുതൽ വന്നപ്പോ വിശ്വസിച്ചവർക്ക് മാത്രമല്ല വിടുതൽ വന്നത്, എല്ലാവർക്കും ആകെ മൊത്തം ടോട്ടൽ. സ്തോത്രം. ഒരുമിച്ച് ഇസ്രായേൽ പുറത്തു വന്ന് മിസ്രൈമിൽ നിന്ന് പുറത്തു വന്നതിന്റെ 50-ാം ദിവസം. എത്രാം ദിവസം? അതാണ് ജൂബിലി. സ്തോത്രം. അവർ മിസ്രൈമിൽ നിന്ന് പുറത്തു വന്നതിന്റെ എത്രാം ദിവസം? അയ്യോ, ശബ്ദം ഉയർത്തി പറ. വീട്ടിലൊക്കെ സംസാരിക്കാൻ നമുക്ക് ശബ്ദമുണ്ട്. വട്ടി വാ കോടി എന്നൊക്കെ പറയാം. അയ്യോ, ഇവിടത്തെ കാര്യമല്ല, നാട്ടിലത്തെ കാര്യം ഞാൻ പറഞ്ഞേ. സ്തോത്രം. ഇറങ്ങിയിരുന്ന ആരാണ്ട എന്നെ തുറച്ചു നോക്കുന്നത് രക്തത്താഴ്ച. സ്തോത്രം. സ്തോത്രം. വീട്ടിൽ പറയാൻ ശബ്ദമുണ്ട്, ഇവിടെ വരുമ്പോ മാത്രം സ്തോത്രം. അതെ, നമുക്ക് ശബ്ദമല്ല. ഒന്ന് ശക്തിയോടെ പറഞ്ഞു 50-ാം ദിവസം. ഒരു ഈ ജനറൽ ബോഡിയിലൊക്കെ പറയുന്ന പോലെ കുറച്ചുകൂടെ ആരോഗ്യത്തോടെ പറഞ്ഞോട്ടെ. സ്ട്രോങ് മറ്റിയാണല്ലോ കർത്താവ്. സ്തോത്രം. 50-ാം ദിവസം ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറത്തു വന്ന് 50-ാം ദിവസം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ദൈവം ഏതെങ്കിലും ദിവസത്തെ കയറി ചെയ്യുന്നവനല്ല, അവൻ ചെയ്യേണ്ട കാര്യം കൃത്യമായി ചെയ്യേണ്ട ദിവസത്തിൽ ചെയ്യത്തുള്ളൂ. 47-ാം ദിവസമായപ്പോൾ കർത്താവ് പറഞ്ഞു, 3 ദിവസം ശുദ്ധീകരിക്കുക. 3 ദിവസം ശുദ്ധീകരിക്കുക. ഞാൻ വെറുതെ പറയുകയല്ല. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 1, 2, 3. സ്തോത്രം. 3 ദിവസം ശുദ്ധീകരിക്കുക. ആ 3-ാം ദിവസം എൻ്റെ ജനത്തിൻ്റെ അടുക്കൽ എനിക്കൊന്ന് ഇറങ്ങി വരണം. ഉൽപ്പത്തിയിൽ ചില ഇൻഡിവിജ്വലിനോട് ചേർന്ന് നടന്നവൻ പുറപ്പാട് വന്നപ്പോൾ ഒരു സമൂഹത്തോട് ചേർന്ന് നടക്കുക. അപ്പോൾ വേദപുസ്തകത്തിന്റെ ഓരോ പുസ്തകം അറിയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ പുസ്തകം മുന്നോട്ട് പോകുന്നതനുസരിച്ച്, അധ്യായം മുന്നോട്ട് പോകുന്നതനുസരിച്ച്, വാക്യം മുന്നോട്ട് പോകുന്നതനുസരിച്ച് മഹത്വം വർദ്ധിക്കുകയാണ്. ഉൽപ്പത്തിയിൽ യോസേഫ് പറയുന്നു, സ്വപ്നം പറ, വ്യാഖ്യാനം പറഞ്ഞുതരാം. എന്നാൽ നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ദാനിയേൽ പറയുന്നു, നീ സ്വപ്നം പറയേണ്ട, വ്യാഖ്യാനം പറയേണ്ട, രണ്ടും ഞാൻ തന്നെ പറഞ്ഞുതരാം. എന്തോ മനസ്സിലായി ദൈവത്തില? നീ പുസ്തകം എടുത്ത നിന്റെ മഹത്വം കുറയത്തില്ലെന്നാ ഞാൻ പറഞ്ഞത്. ക്യാൻസൽ ചെയ്യും. മറ്റുള്ളവൻ പറഞ്ഞല്ല, ക്യാൻസൽ ചെയ്യും. അയ്യോ, ആ പാസ്റ്റ് അങ്ങനെയല്ലേ ബ്രദർ, ഈ യവൻ ഇങ്ങനെയല്ലേ ബ്രദർ. വല്ലവരും മരത്തിൽ കയറിയായിരിക്കും യേശുവിനെ കണ്ടത്, വേറെ വല്ലവരും മീൻ പിടിക്കാൻ പോയായിരിക്കും യേശുവിനെ കണ്ടത്. മറ്റുള്ളവന്റെ അനുഭവം നിനക്ക് ഉപദേശമല്ല. തിരുവചനത്തിൽ ഇന്ന് രാത്രി ഫ്രണ്ട് റോ തുടങ്ങി ലാസ്റ്റ് റോ വരെയുള്ള സകലയുള്ളവരെ നോക്കി പറയട്ടെ, നിന്റെ മഹത്വം കുറയത്തില്ല, നിന്റെ മൂർച്ച കുറയത്തില്ല. 50-ാം ദിനത്തിൽ കർത്താവ് ഇറങ്ങുക. സീനായിൽ എൻ്റെ ദൈവം ഇറങ്ങുക. സീനായിൽ ദൈവം ഇറങ്ങി. അവിടെ എന്താ സംഭവിച്ചത്? ഒരു മോശം മുകളിലുണ്ട്. പക്ഷെ 120 പുരോഹിതന്മാർ, 120 പ്രഭുക്കന്മാർ ഉൾപ്പെടെയുള്ള പുരോഹിതന്മാർ ആട്ടിൻകൊമ്പ്, ഷഫാർ, ആട്ടിൻകൊമ്പ് ഊതി ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ ദൈവം ഇറങ്ങുന്നു. ഭൂമിയിൽ നിന്ന് സ്തുതി ഉയർന്നാൽ സ്വർഗത്തിൽ നിന്ന് ദൈവ സാന്നിധ്യം ഇറങ്ങും. അല്ലാതെ നിന്റെ നോയിസ് പൊല്യൂഷൻ, അതെ, നീ വാ തുറന്ന് സ്തുതിക്കണമെന്ന് പറഞ്ഞ പാസ്റ്റർ പ്രസംഗിക്കാൻ വേണ്ടിയല്ല. നോ. സ്തോത്രം. നീ വിചാരിക്കുന്ന നീ വാ തുറന്നാലേ ഇയാൾ എന്തെങ്കിലും പറയത്തുള്ളൂ. നോ. സ്തോത്രം. അയാൾ മുട്ടുമേൽ ഇരിക്കുന്നത് കൊണ്ട് ആ പാസ്റ്റർ എന്തെങ്കിലും പറയാം. നിനക്കെന്തേലും വേണമെങ്കിൽ നീ വാ തുറന്നു. ഐസിയിൽ കിടന്ന് വായ തുറക്കുന്നതിനേക്കാൾ എത്രയും നല്ലതാ ദൈവസന്നിധിയിൽ ഇരുന്ന് വാ തുറക്കുന്നത്. അയ്യോ, ഞാൻ ശപിക്കാനാണ് നിൽക്കുന്നത്. ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് പ്ലീസ് സ്തോത്രം. അതേ, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യല്ലേ. നമ്മൾ കൂടെ കാണേണ്ടവരാണല്ലോ. അതുകൊണ്ട് സ്തോത്രം. ദൈവസന്നിധിയിൽ, അതേ, ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ ഭൂമിയിൽ നിന്ന് സ്തോത്രം സ്തുതി ഉയരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. 120 പ്രഭുക്കന്മാർ, 120 അവരിതാ ആ പർവ്വതത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ആ പർവ്വതത്തിലേക്ക് ഇറങ്ങി. 144-ന്റെ 4 സങ്കീർത്തനം പറയുന്നു, ഒരു കുഞ്ഞാട് തുള്ളുന്നത് പോലെ ആ പർവ്വതം തുള്ളാൻ തുടങ്ങി. ആ പർവ്വതത്തോട് പറാശേ പർവ്വതമേ മിണ്ടാതിരിക്കും. നമ്മൾ കുറച്ച് ഡീസൻ്റ് ഒക്കെ വേണ്ടേ. നമുക്ക് ശാന്തമായിരുന്ന് ഇങ്ങനെ ധ്യാനിച്ചു പോകുന്നു. പുള്ളി എന്നോട് പറഞ്ഞു, സ്തോത്രം, ഇവിടെ ഭയങ്കര ശബ്ദം, ഇവിടെ ഭയങ്കര ശബ്ദം. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരുത്തനത് പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. പുള്ളി ആവശ്യത്തോട് ചോദിച്ചു, ആരാ? ഒരാളിവിടെ കൂട്ടിനുണ്ടല്ലോ എന്ന് വിചാരിച്ചു പുള്ളി എന്നോട് ചോദിച്ചു, ആരാ? ഞാൻ പറഞ്ഞു, സാത്താൻ. സ്തോത്രം. അതെ, ദൈവ സാന്നിധ്യം ഇറങ്ങുന്നിടത്തെ ശബ്ദമുണ്ട്. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറയുന്നത്, 4000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവ സാന്നിധ്യം ഇറങ്ങിയെടുത്ത ശബ്ദമുണ്ട്. അതുകൊണ്ട് ശബ്ദമുള്ളിടത്തെല്ലാം ദൈവം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ദൈവം ഇറങ്ങുന്നിടത്തെ ശബ്ദമുണ്ട്. ദൈവം ഇറങ്ങുന്നിടത്ത് ശബ്ദമുണ്ട്. സ്തോത്രം. എന്നാൽ അവിടെ സംഭവിച്ചത്, അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി. കർത്താവ് കല്ലിൽ എഴുതി കൽപ്പന കൊടുത്തു. ആ കൽപ്പന മേലെ എഴുതുമ്പോൾ തന്നെ താഴെ സാത്താൻ, സ്തോത്രം, അതെ, അതിനെ തെറ്റിപ്പിച്ചു. 3000 എണ്ണം തൊലഞ്ഞു, 3000 നശിച്ചു.
പഴയ നിയമത്തിൽ 4000 വർഷങ്ങൾക്ക് മുമ്പ് മിസ്രൈമിൽ നിന്ന് പുറത്തു വന്ന 50-ാം ദിവസത്തിൽ സ്തോത്രം കൽപ്പന കല്ലേലെഴുതി 3000 എണ്ണം നശിച്ചു. സ്തോത്രം 4000 വർഷങ്ങൾക്ക് മുമ്പ് മിസ്രൈമിൽ നിന്ന് പുറത്തു വന്ന 1-ാം പെന്തിക്കോസ്. 50 എന്ന് പറഞ്ഞാൽ പെന്തിക്കോസ്. സ്തോത്രം. ആമേൻ. മിസ്രൈമിൽ നിന്ന് പുറത്തു വന്ന 1-ാം പെന്തിക്കോസില് 120 പ്രഭുക്കന്മാർ മോശയോടൊപ്പം കയറി ചെന്ന് ദൈവത്തെ സ്തുതിച്ചു. പർവ്വതത്തെ തൊടാതെ ജനം മാറി നിന്ന്. പക്ഷേ പോയ അച്ചായൻ വരാൻ ലേറ്റ് ആയതുകൊണ്ട് കാളക്കുട്ടി ഉണ്ടാക്കി. സ്തോത്രം. 3000 എണ്ണം നശിച്ചു. സ്തോത്രം. അതെ, മിസ്രൈമിൽ നിന്ന് പുറത്തു വന്ന 1-ാം പെന്തിക്കോസിൽ 3000 എണ്ണം നശിച്ചു. പക്ഷെ മറക്കല്ല, ദൈവ സാന്നിധ്യം ഇറങ്ങി കൽപ്പന കല്ലേരെഴുതി. കാരണം 120 ദൈവത്തെ സ്തുതിച്ചു. എന്നാൽ അതിനേക്കാൾ വളരെ നല്ലൊരു പെന്തിക്കോസ് ഞാൻ പറയാം. മിസ്രൈമിൽ നിന്ന് പുറത്തു വന്ന 50-ാം ദിവസത്തിന്റെ പെന്തിക്കോസ് അല്ല. മിസ്രൈമിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള 1-ാം പെന്തിക്കോസ് അല്ല. കല്ലറയിൽ നിന്ന് യഹൂദ ഗോത്രത്തിൽ സിംഹം പുറത്തു വന്നിട്ടുള്ള 1-ാമത്തെ പെന്തിക്കോസ്. അവിടെ നിങ്ങൾക്ക് കാണുവാൻ തക്കോണിക്കടിക്കുന്നു 120 പേർ. എത്ര പേർ? 120 പേർ. നൂറ്റാണ്ടുകൾ സ്തോത്രം മുന്നോട്ട് പോയി. എന്നിട്ടും ദൈവത്തിന്റെ കണക്ക് മാറുന്നതേ ഇല്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കണക്ക് കാലം മുന്നോട്ട് പോകുമായിരിക്കും. നിങ്ങളുടെ രാജ്യം മാറിക്കാണും, നിന്റെ പാസ്പോർട്ട് മാറിക്കാണും. പക്ഷേ സ്തോത്രം, നിന്നെ കുറിച്ചുള്ള എന്റെ ദൈവത്തിന്റെ കണക്ക് കൂട്ടൽ ഒരിക്കലും മാറത്തില്ല. ഒരു നല്ല ആമേൻ പറഞ്ഞേ പറ്റത്തുള്ളൂ. നിന്നെ കുറിച്ചുള്ള കണക്ക്. അയ്യോ ബ്രദറെ, ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നേനെ കേട്ടോ. ഞാൻ ലക്ഷദ്വീപിലായിരുന്നെങ്കിൽ സ്തോത്രം എന്ന് അതെ പാസ്റ്റർ രാജു നോ. ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള കണക്ക് കൂട്ടൽ സ്തോത്രം അതേ മാറിയിട്ടില്ല. എവിടെയിട്ടും ദൈവത്തിന് നിന്നെ പ്രയോജനപ്പെടുത്താൻ പറ്റും. ഒരു പ്രവാചകൻ വഴിതെറ്റിയാൽ ഒരു കഴുതയായിരിക്കാം. ഒരു അപ്പോസ്തലൻ സ്തോത്രം തള്ളിപ്പറഞ്ഞ ഒരു കോഴിയായിരിക്കാം. ഒരു കോഴിയെയും ഒരു കഴുതയും ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയുമെങ്കിൽ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുന്ന എന്നെ പ്രയോജനപ്പെടുത്തണേ, എനിക്ക് വേണമേ, എനിക്ക് നിന്റെ സാന്നിധ്യം എന്ന് ചോദിക്കുന്ന നിന്നെ എത്രയധികമായി എന്റെ ദൈവത്തിന് പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. 2 കരങ്ങൾ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. വർഷങ്ങൾക്ക് മുമ്പ് മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ പുറത്തു വന്നതായ 1-ാം സ്തോത്രം പെന്തിക്കോസിൽ സീനായ് മലയിൽ ദൈവം ഇറങ്ങി കൽപ്പന കൊടുത്ത് 3000 എണ്ണം നശിച്ചു. എന്നാൽ കല്ലറയിൽ നിന്ന് ദൈവപുത്രനായ യേശു കർത്താവ് പുറത്തു വന്ന് സ്തോത്രം 1-ാം പെന്തിക്കോസിൽ അവിടെയും 120 പേർ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. അതിന്റെ വേറെ പെന്തിക്കോസ് ഇല്ലാത്ത ചിലപ്പോൾ ബ്രദറിനോ ബാപ്റ്റിസ്റ്റോ ലൂതറനോ CSIയോ CNIയോ ഒക്കെ ആയിരിക്കാം. സ്തോത്രം. അതെ, അവിടെ നടന്ന പെന്തിക്കോസ് ഐക്യതയുടെ ജനം. അല്ലാതെ ഇത് വളരും തോറും പിളരും ബ്രദർ, പിളരും തോറും വളരും ബ്രദർ. അതിന്റെ പേര് കേരള കോൺഗ്രസ്. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു സ്തോത്രം യൂറേഷ്യ ഡയറക്ടർ ഉണ്ട്, ഡേവിഡ് ഗ്രാൻഡ്. അറിയാമോ ഡേവിഡ് ഗ്രാൻഡ്? He is your teacher. Really, പുള്ളി സ്ഥിരം പറയുന്നതായ ഒരു കാര്യമുണ്ട്. നമ്മൾ മലയാളികൾ മാത്രമാണെന്നാണ് വിചാരിക്കുന്നത്. ഇത് കുടുംബകാരിയാണ്. ആർക്കും ഈസ് ചെയ്ത് കൊടുക്കല്ലേ ബ്രദർ പ്ലീസ്. നാട്ടിൽ വന്നാലും മുട്ടായി തരാം. സ്തോത്രം. ഓക്കെ, സ്തോത്രം. അതെ, അദ്ദേഹം ഡേവിഡ് ഗ്രാൻഡ് മലയാളിയെ കുറിച്ച് പറയുന്ന കാര്യമുണ്ട്. If there is one Malayali, he must be a theologian. If there are 2 Malayalis, there will be a church. If there are 3 Malayalis, there will be division. യേശുവിന്റെ നാമത്തിൽ. ഒരു അമേരിക്കക്കാരൻ പറഞ്ഞതാ. അയ്യോ, ചില ഇംഗ്ലീഷ് അറിയാത്ത ആരുണ്ടല്ലോ, ഞാൻ വീണ്ടും മലയാളത്തിൽ പറഞ്ഞുതരാം. സ്തോത്രം. ഒരു മലയാളിയാണെങ്കിൽ അവൻ തിയോളജിയനായിരിക്കും. 2 മലയാളിയാണെങ്കിൽ അവിടെ ഒരു സഭയുണ്ടാകുന്നു. 3 മലയാളിയാണെങ്കിൽ അവിടെ 4 അഭിപ്രായം കാണും. അതുകൊണ്ട് അവിടെ ഒരു ഭിന്നത ഉണ്ടായിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. എന്നാൽ പെന്തിക്കോസ്, യഥാർത്ഥ പെന്തിക്കോസ് കലഹത്തിന്റെ ആത്മാവല്ല. കലഹം പിശാചിൽ നിന്ന് വരുന്നു, ഐക്യത ദൈവത്തിൽ നിന്ന് വരുന്നു. രാത്രിയിലും സഭയെ പൊട്ടിക്കാൻ വേണ്ടി ഏതെങ്കിലും ആത്മാവെന്നെ പ്രേരിപ്പിച്ചു ബ്രദർ, ഇവിടെ നിന്ന് കുറച്ച് പൊളിച്ചപ്പുറത്ത് തുടങ്ങാൻ. ആത്മാവെന്നെ പോകല്ലേ ഇങ്ങ് വാ. ആത്മാവിനെ പുറത്താക്കാൻ അത്ര പരിശുദ്ധ ആത്മാവ് എനിക്ക് നൽകിയിരിക്കുന്ന നിയോഗം. അയ്യോ മിണ്ടുന്നില്ല. ഒരു നല്ല ഹല്ലേലൂയ പറ. ഞാൻ പറഞ്ഞ നിന്റെ ബൈബിളല്ല, നിന്റെ പ്രസ്ഥാനമല്ല, ദൈവത്തിന്റെ വചനം. ഒരു ദിവസം ദൈവത്തിന്റെ സന്നിധി നീ കയറി ചെന്ന് നിൽക്കുമ്പോ സ്തോത്രം, അതെ കർത്താവ് ചോദിക്കും, നിന്റെ സഹോദരൻ എന്തിയേ? എത്ര എണ്ണത്തിനെ പൊളിച്ചിട്ടാ നീ വന്നേ? എത്ര എണ്ണത്തിനെ തകർത്തിട്ടാ വന്നേ? എത്ര എണ്ണത്തിനെ കരയിപ്പിച്ചിട്ടാ വന്നേ? ഓർത്തോ, സഹാറ മരുഭൂമി പോലെ ഒഴിഞ്ഞു കിടന്നാലും ദൈവരാജ്യത്തിന്റെ സ്വർഗരാജ്യത്തിന്റെ 7 അയലത്ത് നിനക്ക് എത്താൻ പറ്റില്ല. സ്തോത്രം. കാരണം ദൈവസഭ എന്ന് പറയുന്നത് നിന്റെ വൈപ്പാട്ടിയല്ല, കർത്താവിന്റെ മണവാട്ടി അത്ര.
സ്തോത്രം. വേദപുസ്തകം പറയുന്നത് പെന്തിക്കോസ്. എന്താ പെന്തിക്കോസ് എന്ന് പറയുന്നത്? സ്തോത്രം. അവർ ഐക്യതയുടെ ജനം, ഒരു സ്ഥലത്ത് ഒരുമിച്ച് ഒന്നിച്ച് കൂടിയിരുന്ന. ഓ സ്തോത്രം. പെന്തിക്കോസ് എന്താണ്? അവർ മാറിയിരുന്ന കുറ്റമല്ല പറഞ്ഞത്. അവർ മാറിയിരുന്ന കുറ്റമല്ല പറഞ്ഞത്. അവർ 10 ദിവസം കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. രണ്ടുപേരെ തൊട്ട് പറ, പ്രാർത്ഥിക്കാൻ വരുമോ? ഒന്ന് ചോദിച്ചേ, ചോദിക്ക. ഡേറ്റ് ഫിക്സ് ചെയ്യും, ഞാൻ സമയം തരാം. സ്തോത്രം. സ്തോത്രം. അടുത്തിരിക്കുന്നവർ ചോദിക്കുക, പ്രാർത്ഥിക്കാൻ വരുമോ? ഡേറ്റ് എടുക്കുക. ഞാൻ വെയിറ്റ് ചെയ്യാം. ഇനി എനിക്ക് 20 മിനിറ്റ് കൂടെ ഉണ്ട്. സ്തോത്രം. ഞാൻ വെയിറ്റ് ചെയ്യാം. എല്ലാം ഓടുന്ന വാച്ച് നിൽക്കട്ടെ കർത്താവേ. സ്തോത്രം. ഐക്യതയുടെ ജനം, അവരാണ് പെന്തിക്കോസ്. പ്രാർത്ഥിക്കുന്നവരാണ് പെന്തിക്കോസ്. അവിടെ മേലെ ആത്മാവിറങ്ങുന്നവനാണ് പെന്തിക്കോസ്. ആത്മാവില്ലാത്ത ഒരുത്തൻ കൗൺസിൽ ഇരിക്കല്ലേ, ആത്മാവില്ലാത്ത ഒരുത്തൻ കമ്മിറ്റിയിൽ ഇരിക്കല്ലേ, ആത്മാവില്ലാത്ത ഒരുത്തനും സ്തോത്രം പ്ലാറ്റ്ഫോമിൽ നിന്ന് പാടല്ലേ. കാരണം കുടുംബം, സ്തോത്രം, അതെ സഭ എന്ന് പറയുന്ന കുടുംബത്തിന്റെ വകയല്ല, സഭ എന്ന് പറയുന്ന കർത്താവിന്റെ വകയത്രേ. അയ്യോ, ഇനി എനിക്ക് ഈ പട്ടണം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവരും 40 ദിവസം എനിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണേ. സ്തോത്രം. പക്ഷേ ഞാൻ ഒരിക്കൽ കൂടെ അത് പറയട്ടെ. കാരണം തോന്നിയതുപോലെ നടത്തുന്നതല്ല ക്രിസ്തീയ ജീവിതം. സ്തോത്രം. അതെ, നാട്ടിലാണെങ്കിൽ ട്രാക്കിലൂടെ ട്രെയിനേ പോകത്തുള്ളൂ, റോഡിലൂടെ മറ്റേ കാറേ പോകത്തുള്ളൂ. ഞാൻ മെഴ്സിഡസ് ബെൻസ് ആണെന്ന് പറഞ്ഞ ഒരിക്കലും ട്രാക്കിലോടത്തില്ല. ഞാൻ രാജധാനി എക്സ്പ്രസ്, നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കാം, ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ട്രെയിനാണ് രാജധാനി എക്സ്പ്രസ് എന്ന് പറഞ്ഞ റോഡിലൂടെ പോകത്തില്ല. ഓരോന്നും പോകാൻ ഓരോ തരത്തിലുണ്ട്. എങ്ങനെയെങ്കിലും ചെയ്യേണ്ടതല്ല സ്തോത്രം സുവിശേഷ വേല, എങ്ങനെയെങ്കിലും ജീവിക്കേണ്ടതല്ല ക്രിസ്തീയ ജീവിതം. ചെയ്യേണ്ട വിധത്തിൽ ചെയ്യേണ്ടതത്രേ സുവിശേഷ വേല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം. വേദപുസ്തകം പറയുന്നു, അവർ 10 ദിവസം ഐക്യതയോടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇറങ്ങി ആരാ? പരിശുദ്ധാത്മാവ്. സ്പീക്കർ മാറി കൊണ്ടുവരുമ്പോൾ വരുന്നവനല്ല പരിശുദ്ധാത്മാവ്. മില്യൺസ് ഓഫ് ഡോളേഴ്സ് സ്തോത്രം അതേ മുടക്കി കോൺഫറൻസ് നടത്തുമ്പോൾ ഇറങ്ങുന്നവനല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഇറങ്ങണം, നീ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. നിന്റെ കണ്ണം നിറഞ്ഞൊരുക്കണം, നിന്റെ ഹൃദയം തകരണം. അപ്പോൾ നിന്നിൽ ദൈവാത്മാവ് ഇറങ്ങും. ഓ സ്തോത്രം. നിന്റെ മക്കളിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ സഭയിൽ പരിശുദ്ധാത്മാവ് കാണാമോ? സ്തോത്രം. വേറെ ഒരു മെത്തേഡുമില്ല. ഈ രാത്രി ഞാൻ പറയുന്ന കൊറിയൻ മെത്തേഡ് അല്ല, ആഫ്രിക്കൻ മെത്തേഡ് അല്ല, അമേരിക്കൻ മെത്തേഡ് അല്ല, വേദപുസ്തകത്തിന്റെ മെത്തേഡാ. ബാക്ക് ടു ബൈബിൾ, ബാക്ക് ടു ബൈബിൾ. ഈ രാത്രി ദൈവത്തിന്റെ കൃപയാൽ മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവ് നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ സഭയിൽ ഇറങ്ങണോ, നീ പ്രാർത്ഥിക്കണം. പക്ഷെ ഇന്ന് ഒരു കാര്യം ഞാൻ പറയട്ടെ, കുറ്റം പറയുന്നു പ്രാർത്ഥിക്കത്തില്ല, പ്രാർത്ഥിക്കുന്നു കുറ്റം പറയത്തില്ല. അടുത്തിരിക്കുന്നവരെ തൊട്ട് പറ, അത് ശരിയാണ് പറഞ്ഞോടെ. മോത്താക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചോട്ടെ. സ്തോത്രം. അതെ, പ്രാർത്ഥിക്കുന്നു കുറ്റം പറയത്തില്ല, കുറ്റം പറയുന്നു പ്രാർത്ഥിക്കത്തുമില്ല. യേശു കർത്താവ് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ഇടതുവശത്ത് പിശാച് എന്ന് കുറ്റം പറയുന്നു. നിങ്ങൾ ഇടതുവശത്ത് പ്രതിപക്ഷത്തായിരിക്കും, ഇല്ലെങ്കിൽ വലതുവശത്ത് ഭരണകക്ഷിയായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. സ്തോത്രം. അതെ, പരിശുദ്ധാത്മാവ് വന്നു, അവർ അന്യഭാഷകൾ സംസാരിച്ചു. ഞാൻ സഹോദരന്മാരെ നോക്കി പറയട്ടെ, സഹോദരിമാരെ, ശുശ്രൂഷകന്മാരെ നോക്കി പറയട്ടെ, നിങ്ങൾ എത്രത്തോളം അന്യഭാഷ പറയുമോ അത്രത്തോളമായിരിക്കും ദൈവപ്രവൃത്തി നിങ്ങൾ കാണാൻ പോകുന്നത്. കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും ഇന്ന് നമ്മൾ ഒരുമിച്ച് അന്യഭാഷ പറഞ്ഞിട്ട് ഇവിടുന്നതിനകത്തുനിന്ന് പുറത്തു പോകത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ, 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 യേശുവിന്റെ നാമത്തിൽ. കുഞ്ഞുങ്ങളെ, come on, open up in Jesus name. That's the key. അതാണ് രഹസ്യം. അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, അവർ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. അപ്പോസ്തല പ്രവൃത്തിയും തുടങ്ങി. ഇന്ന് നിന്റെ സഭായോഗത്തിന് അന്യഭാഷയുണ്ടോ? ദൈവ പ്രവൃത്തി കാണണമെങ്കിൽ നീ കുറച്ച് മാതൃഭാഷ പറ, കൂടുതൽ പിതാവിന്റെ ഭാഷ പറ. ഇന്ന് മലയാളത്തിൽ ഇറങ്ങിക്കുക, ഇത് ബാപ്റ്റിസ്റ്റ് ആണ്. സ്തോത്രം. അയ്യോ, ഇത് കത്തോലിക്കനാണെങ്കിൽ കുറച്ചുകൂടെയെങ്കിലും ദൈവഭയം കാണാം. ഞാൻ പറയുന്നത് 50th day Pentecost. സ്തോത്രം. On the day of the Pentecost 120 പേർ 10 ദിവസം ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവ് വന്നു, അവർ അന്യ ഭാഷകൾ സംസാരിച്ചു തുടങ്ങി. കമാൺ, ശബ്ദം ഉയർത്തി പറഞ്ഞേ, അവർ അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഞാൻ ഗ്യാരണ്ടിയോടെ പറയട്ടെ, എത്രത്തോളം നീ വാതുറന്ന് അന്യഭാഷ പറയുമോ അത്രത്തോളം ദൈവ പ്രവൃത്തി നിന്റെ മുൻപിൽ വെളിപ്പെടും.
വചനമുണ്ടോ ബ്രദർ? സ്തോത്രം. ഈച്ച് ആൻഡ് എവരി സെന്റൻസ് മസ്റ്റ് ബി വേർഡ് ബേസ്ഡ്. ദൈവ വചനത്തിൽ ഉള്ളത് മാത്രമേ പറയാവൂ. സ്തോത്രം. 1 കൊരിന്ത്യർ 14 പൗലോസ് അപ്പോസ്തലൻ തന്റെ റെസ്യൂമി എന്ന് വേണമെങ്കിൽ പറയാം. താൻ പറയുന്നു, മറ്റുള്ളവരെക്കാൾ ഞാൻ ഓടി, മറ്റുള്ളവരെക്കാൾ ഞാൻ അധ്വാനിച്ചു, മറ്റുള്ളവരെക്കാൾ ഞാൻ ലേഖനം എഴുതി, മറ്റുള്ളവരെക്കാൾ സൗഖ്യമാക്കി, മറ്റുള്ളവരെക്കാൾ ജയിലിൽ കിടന്നു, മറ്റുള്ളവരെക്കാൾ അടികൊണ്ടു, മറ്റുള്ളവരെക്കാൾ മറ്റുള്ള ഏത് അപ്പോസ്തലന്മാരെക്കാൾ കൂടുതൽ നിനക്ക് എന്തുകൊണ്ടാണ് പ്രയോജനപ്പെടാൻ കഴിഞ്ഞത്? പൗലോസേ, മറ്റുള്ളവർ സ്തോത്രം അതെ 10 കിലോമീറ്റർ ആണെങ്കിൽ നീ ഒരു 20 കിലോമീറ്റർ ആണ്. മറ്റുള്ളവർ സ്തോത്രം അതെ 50 ആണെങ്കിൽ നീ 500 ആണ്. ഈ ഇൻക്രീസിന്റെ രഹസ്യം എന്താണ്? പൗലോസ് പറയും, നിങ്ങൾ എല്ലാവരെക്കാൾ ഞാൻ അന്യഭാഷകളിൽ അധികം സംസാരിക്കുന്നു. It's not an ആന കാര്യം. സ്തോത്രം. ഇതൊരു വലിയ കാര്യമല്ല. സ്തോത്രം. യേശുവിൻ നാമത്തിൽ നിന്റെ വാച്ചൂരി അതെ ചൂടുവെള്ളത്തിലിട്. നിന്റെ സ്തോത്രം മൊബൈൽ ഫോൺ എടുത്ത് അതെ അറ്റ്ലാന്റിക് ഓഷ്യനിൽ കള. എന്നിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്ക്. വാതുറന്ന് അന്യഭാഷ പറ. വാതുറന്ന് അന്യഭാഷ പറഞ്ഞാൽ ദൈവത്തിന് ഗ്യാരണ്ടിയോടെ ഞാൻ പറയട്ടെ അപ്പോസ്തല പ്രവൃത്തിയുടെ 29-ാം അധ്യായം ഈ പട്ടണത്തിൽ ഈ രാജ്യത്തിൽ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം നിന്നിലൂടെ പുറത്തെടുക്കും. വാച്ച് മാറ്റി വെച്ച് പറ അന്യഭാഷ. മണിക്കൂറോളം പറ. മണിക്കൂറോളം. അല്ല, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വന്ന് മൈക്ക് എടുക്കുമ്പോൾ അയ്യോ പിശാചിനെ ശാസിക്കാൻ മറന്നുപോയി, രക്തത്താൽ ചെയ്യാം. അതല്ല. നീ പ്ലാറ്റ്ഫോമിൽ കയറുന്നതിന് മുമ്പ് ദൈവത്തോട് കൂടെ ഇരുന്നാൽ നീ പ്ലാറ്റ്ഫോമിൽ കയറുന്നതിന് മുമ്പ് ദൈവത്തോട് കൂടെ ഇരുന്നാൽ നീ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ദൈവം നിന്റെ കൂടെ ഇരിക്കും. നീ നിന്റെ പ്രാർത്ഥനാ റൂമിൽ എന്താണോ അനുഭവിക്കുന്നത് അതാണ് ജനം മീറ്റിംഗിൽ അനുഭവിക്കുന്നത്. കേട്ടോ. നീ പ്രാർത്ഥനാ റൂമിൽ എന്താണോ അനുഭവിക്കുന്നത് അതാണ് ജനം മീറ്റിംഗിൽ അനുഭവിക്കുന്നത്. സ്തോത്രം. അലഹബാദിൽ വലിയ ശക്തമായ ഉണർവ് ദൈവത്തിന് കൃപയാൽ ഉണ്ടായി. നിങ്ങൾക്കറിയാം RB ലാൽ. സ്തോത്രം. നമ്മുടെ അച്ചായമാരെ പുള്ളിയെ ഒത്തിരി കുറ്റം പറഞ്ഞതെന്ന് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട് RB ലാൽ. അദ്ദേഹത്തിന്റെ പ്രത്യേകത സ്തോത്രം. ഞാനൊരു ദൈവദാസന്മാരെ ഉയർത്താനല്ല പറഞ്ഞു, ഞാൻ കാണുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. അതെ, അദ്ദേഹം വന്നിട്ട് വ്യാഴം വെള്ളി ശനി 3 ദിവസം അല്പം മാത്രമായി ആഹാരം കഴിച്ച് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും. വ്യാഴം വെള്ളി ശനി 3 ദിവസം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കും. ഞായറാഴ്ച വ്യാഴം വെള്ളി ശനി 3 ദിവസം മുട്ടിന്മേൽ നിന്ന് 3 ദിവസം പ്രാർത്ഥിച്ച് ഞായറാഴ്ച അദ്ദേഹം കയറി വരുമ്പോൾ ആ സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഭൂതം ഓടും, രോഗികൾ സൗഖ്യമാകും, 10,000-കണക്കിന് ജനം ദൈവത്തിന്റെ കൃപയിൽ വിടുതൽ പ്രാപിക്കും. അല്ലാതെ സഭായോഗത്തിന് വന്നുകൊണ്ടിരിക്കുന്ന ആ കാറ് തുറന്നിറങ്ങുന്നത് ഒരു കുറ്റം പറഞ്ഞിട്ട് രക്തത്താൽ കഴുകണമേ എന്ന് പറഞ്ഞ് കയറി നിന്നോ. വാ തുറന്ന് അന്യഭാഷ പറ. ദൈവത്തിന്റെ പ്രവൃത്തി ദൈവകൃപയാൽ നീ കാണും. സ്തോത്രം. മഹാനായ ബ്രദർ DGS ദിനകരൻ, എനിക്ക് തോന്നുന്നു സ്തോത്രം എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്നെ ഇമ്പാക്ട് ചെയ്ത ഒരു ദൈവത്തിന്റെ ദാസനാണ് അദ്ദേഹം. മദ്രാസിൽ ഞാൻ വിദ്യാഭ്യാസത്തിലായിരിക്കുന്നത് തുടങ്ങി. സ്തോത്രം. അതെ, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു സ്തോത്രം. മിനിമം ഒരു ദിവസം അദ്ദേഹത്തിന് മകൻ തന്നെ പോൾ ദിനകരൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, 6 മണിക്കൂർ 8 മണിക്കൂർ താൻ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. സ്തോത്രം. പേരിന്റെ പെരുവിഴ, അതിന്റെ അർത്ഥം ഫെസ്റ്റിവൽ ഓഫ് ജോയ്. സ്തോത്രം. ഇവിടെ സ്തോത്രം ചെന്നൈയിലെ അല്ലെങ്കിൽ അന്നത്തെ മദ്രാസിലെ കടൽക്കരയിൽ മറീന ബീച്ചിൽ നടക്കുകയാണ്. 6 മണിക്കൂർ 8 മണിക്കൂർ അദ്ദേഹം പ്രാർത്ഥിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിച്ച മീറ്റിങ്ങിന് പോയി. ഫസ്റ്റ് ഡേ ലക്ഷക്കണക്കിന് ജനം കൂടിയിട്ടുണ്ട്. എഴുന്നേറ്റ് നിന്ന് സ്തോത്രം ദൈവവചനം പറയാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം ഇനോഗ്രേഷൻ, പല പ്രോഗ്രാംസ് അതൊക്കെ ഉണ്ടായിരുന്നു, വെൽക്കം എല്ലാം കൂടെ കഴിഞ്ഞ് 40 മിനിറ്റ് കിട്ടിയത്. ആ 40 മിനിറ്റിൽ 20 മിനിറ്റ് താൻ ദൈവവചനം പറഞ്ഞു, 20 മിനിറ്റ് പ്രാർത്ഥിച്ചു. 20 മിനിറ്റ് ദൈവവചനം പറഞ്ഞു, 20 മിനിറ്റ് പ്രാർത്ഥിച്ചു. സ്തോത്രം. ജനത്തിന് വേണ്ടി പ്ലാറ്റ്ഫോമിൽ നിന്ന് 20 മിനിറ്റ് പ്രാർത്ഥിച്ചു. 8 മണിക്കൂർ അന്യഭാഷ പറഞ്ഞിട്ട് വന്നതാണ്. 20 മിനിറ്റ് ദൈവവചനം പറഞ്ഞു, 20 മിനിറ്റ് പ്രാർത്ഥിച്ചു. മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി. ഒരു മനുഷ്യൻ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. ആ മനുഷ്യൻ വീട്ടിൽ വന്നപ്പോൾ വീട്ടിലെ പിള്ളേർ ഇപ്രകാരം പറഞ്ഞു, പാപ്പാ നീ ഒരു കാര്യം എടുക്കാൻ മറന്നുപോയി, നീ കൊണ്ടുപോയ വീൽ ചെയർ എന്തിയെ? പാപ്പാ നീ കൊണ്ടുപോയ വീൽ ചെയർ ആണ്, നീ പോയത് വീൽ ചെയറിന്റെ ആരാണ്ട് നിന്നെ തള്ളിക്കൊണ്ടുപോയത്. സ്തോത്രം. പക്ഷെ അപ്പൊ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നടന്നു വരിക. അന്യഭാഷയിൽ നീ പ്രാർത്ഥിച്ചാൽ നിന്റെ നാവ് ഈ തലമുറയിൽ തീനാവായിരിക്കും. Come on, യേശുവിന്റെ നാമത്തിൽ
യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. കുറ്റം പറയുന്ന നേതാക്കന്മാരെ നീ കണ്ടിട്ടുണ്ടായിരിക്കും, മറ്റുള്ളവനെ വിധിക്കുന്ന ഡീക്കന്മാരെ നീ കണ്ടിട്ടുണ്ടായിരിക്കും. യേശുവിന്റെ നാമത്തിൽ അതെ അവന്റെ കണ്ണിലേക്ക് നോക്കി പറ, പന്ന പിശാചേ വാടക, എന്നെ പ്രാർത്ഥിക്കാൻ അത്ര എന്റെ ദൈവം വിളിച്ചിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ നിന്റെ വീട്ടിനകത്ത് കുറ്റം പറയുന്ന ഒരുത്തനെ കേട്ടല്ലേ, നിന്റെ വീട്ടിൽ സ്തോത്രം കുറ്റം പറയുന്ന ഒരുത്തന്റെ ഫോൺ നീ എടുക്കല്ലേ. ഓ അതെല്ലാം ഫീഡ് ചെയ്തിടാം. ഡേഞ്ചറസ് 1, അനോണിമസ് 1, 2, 3, 4, 5. ഓ സ്തോത്രം, അത് ഫീഡ് ചെയ്തിട്ട് ഇടുന്നത് എടുക്കാതിരിക്കാൻ അത്രേ. കാരണം ഇത് യോബേൽ സംവത്സരം അത്രേ. നീ ജീവിക്കുന്നത് ദൈവത്തിന്റെ സീസണിലാണ്. ഈ സീസൺ നഷ്ടപ്പെട്ടാൽ അയ്യോ ദൈവസഭയ്ക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. ഈ കാലം നമുക്ക് നഷ്ടപ്പെടുത്തുവാൻ കഴിയത്തില്ല, ഈ സീസൺ നമുക്ക് നഷ്ടപ്പെടുത്തുവാൻ കഴിയത്തില്ല. നമ്മൾ മുട്ടുമടക്കും, വാതുറക്കും. ഓ പിതാവിന്റെ ഭാഷയിൽ അധികം ദൈവത്തോട് സംസാരിക്കും. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ഹല്ലേലൂയ പറയട്ടെ. അവസാനിപ്പിക്കട്ടെ, ഒരു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കട്ടെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് കപ്പർന്നഹൂമിലേക്ക് വന്ന് യെശയ്യാ പ്രവചനം 61-ാം അധ്യായം തുറന്ന് സ്തോത്രം താൻ വായിച്ച് വന്നപ്പോൾ സ്തോത്രം അതെ ഇയർ ഓഫ് ദ ഫേവർ ഓഫ് ദ ലോർഡ്, സ്തോത്ര പ്രസാദ വർഷം എന്ന് പറഞ്ഞ കർത്താവ് നിർത്തി. പക്ഷെ യെശയ്യാ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, പ്രതികാര ദിവസം. പ്രസാദ വർഷം മാത്രമേ പറഞ്ഞുള്ളൂ. ലൂക്കോസ് വിശേഷത്തിൽ വന്നപ്പോൾ പ്രസാദ വർഷം മാത്രമേ ഉള്ളൂ, പ്രതികാര ദിവസം ഇല്ല. The day of the vengeance of the Lord. മറ്റേത് ഇയറ, ഇത് ഡേയാ. മറ്റേത് ഇയറ, ഇത് ഡേയാ. എന്താ മനസ്സിലായി? എൻ്റെ ദൈവത്തിൻ്റെ കോപത്തൊക്കെ ഒത്തിരി വലുതാണ് എൻ്റെ സ്നേഹം. ഞാൻ പാപം ചെയ്യാതിരിക്കുന്നത് സ്തോത്രം അതെ അവനെ പേടിച്ചിട്ടല്ല, അവനെ സ്നേഹിച്ചിട്ടത്രേ. സ്തോത്രം. മറ്റേത് ഇയറ, ഇത് ഡേയാ. സ്തോത്രം അതെ ഒരു ഡേ ഉണ്ട്, ഒരു ദിവസമുണ്ട്. എന്തോ ദിവസം? സ്തോത്ര പ്രതികാര ദിവസം. അതിന്റെ അർത്ഥം അത്രേ ന്യായവിധി ദിവസം. നിരാത്രി പോർണോഗ്രഫിയിൽ ബന്ധിക്കപ്പെട്ടവനെ, നിരാത്രി രഹസ്യ പാപത്തിലായിരിക്കുന്നവനെ മനുഷ്യനെ നിനക്ക് മറക്കാൻ പറ്റും. ഭർത്താവിനെയും പാസ്റ്ററെയും നിനക്ക് മറക്കാൻ പറ്റും. ഭാര്യയും സ്തോത്രം പ്രിയപ്പെട്ടവരെ നിനക്ക് മറക്കാൻ പറ്റും. എന്നാൽ അഗ്നി ജ്വാലക്കത്ത കണ്ണോട് കൂടിയവനായ ദൈവത്തെ നിനക്ക് ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. വരുന്നുണ്ട് ഒരു ഭയങ്കര ദിവസം, ഒരു ന്യായവിധിയുടെ ദിവസം. ദൈവദാസന്മാരെ കരയിപ്പിച്ചവരായിരിക്കാം, സ്തോത്രം ദൈവമക്കളെ തകർത്തവരായിരിക്കാം. വരുന്നുണ്ട് ഒരു ഭയങ്കര ദിവസം, ഒരു ന്യായവിധിയുടെ ദിവസം. സ്തോത്രം. യേശു കർത്താവിനെ കാണിച്ചു കൊടുത്ത് കൈകടി കസേര പിടിച്ച ഒരുത്തനുണ്ട്. സ്തോത്രം പീലാത്തോസ്. കർത്താവായ യേശുവിന്റെ മുമ്പിൽ ഗവർണറായ പീലാത്തോസ് അലച്ചുകുവി നിലവിളിച്ചു നിൽക്കുന്ന ഒരു ഭയങ്കര ദിവസം അത്രേ ന്യായവിധിയുടെ ദിവസം. യേശു കർത്താവിനെ കാണിച്ചു കൊടുത്ത ദ്രോഹിയായ യൂദ സ്തോത്രം ദൈവത്തിന് മുൻപിൽ അലച്ചുകുവി നിലവിളിച്ച് നിൽക്കുന്ന ഒരു ഭയങ്കര ദിവസം അത്രേ ന്യായവിധിയുടെ ദിവസം. രാജാതി രാജാവായ യേശു കർത്താവിനെ കളിയാക്കി ഓ സ്തോത്രം ക്രൂശിപ്പാൻ വേണ്ടി പരിഹസിച്ച് വിട്ടതായ ഹെരോദാവ് നിലവിളിക്കുന്ന ഒരു ഭയങ്കര ദിവസം അത്രേ ന്യായവിധിയുടെ ദിവസം. ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവം ഇല്ലാത്തവൻ, സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവൻ, കൃപയിൽ ജീവിക്കാത്തവൻ, വിശുദ്ധിയിൽ ജീവിക്കാത്ത സകല എണ്ണത്തിന് ഒരു ഭയങ്കര ന്യായവിധി വരുമ്പോൾ വെള്ള സിംഹാസനത്തിന് മുൻപിൽ അവൻ ന്യായവിധിക്കായി നിൽക്കുമ്പോൾ, സഭയെ ദൈവമില്ലാത്തവൻ വെള്ള സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ, ദൈവമില്ലാത്തവൻ വെള്ള സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ, സഭ നിൽക്കുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം. ക്രിസ്തുവിന്റെ ന്യായാസനം. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ പ്രത്യേകത എന്താ? സ്തോത്രം. അത് ന്യായവിധിയുടെ സ്ഥലമല്ല, അത് നരകത്തിൽ വീഴേണ്ടതായ വാതിലല്ല, പ്രത്യുത അത് പ്രതിഫലത്തിന്റെ സ്ഥലമത്രേ. നിങ്ങൾ ഇന്ത്യയിൽ ഓഗസ്റ്റ് മാസം 15-ാം തീയതി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിങ്ങൾ ജനുവരി മാസം 26-ാം തീയതി വരികയാണെങ്കിൽ, സ്വാതന്ത്ര്യ ദിനത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി, റിപ്പബ്ലിക് ഡേക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ഇറങ്ങി നിന്ന് നിങ്ങൾ മറന്നു കാണും മിക്കവാറും പേര് പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്നം എന്ന് തുടങ്ങിയ ബഹുമതികൾ കൊടുക്കാറുണ്ട്. കേൾക്കുന്ന സഹോദരങ്ങളെ, ബഹുമതികൾ കൊടുക്കുമ്പോൾ അത് കാണുവാൻ കൈയടിപ്പാൻ എല്ലാ എംപിമാരുണ്ട്, എല്ലാ MLA-മാരുണ്ട്. സ്തോത്രം. ഭയങ്കര സന്തോഷമാണ്. പൂനെയിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് പ്രോബ്ലി ഒരു 2.5 വർഷം മുമ്പ് നടക്കുകയുണ്ട്. 3 വർഷം, ഓൾമോസ്റ്റ് 3 വർഷം മുമ്പ് ഒരു ദിവസം മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു മെഴ്സിഡസ് ബെൻസിൽ ഒരു നല്ല സ്യൂട്ടൊക്കെ ധരിച്ച് ഒരാൾ വന്ന് സ്തോത്രം എന്നെ സ്വീകരിച്ച് കാറിൽ കയറ്റി. ഇന്ത്യയിലാണ് ബെൻസ്, ഫുൾ സ്യൂട്ടില്. സ്തോത്രം. വണ്ടിയിൽ ഞാനിരുന്നു, വണ്ടി പുറപ്പെട്ടു. സ്തോത്രം. ഇന്ന് അദ്ദേഹത്തോടു കൂടിയാണ് ഡിന്നറെന്ന് സംഘാടകർ പറഞ്ഞു. ഞാനിങ്ങനെ പുറപ്പെട്ടു. സ്തോത്രം. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം, ആൾക്കാരുമായിട്ട് നമ്മളങ്ങ് കൂടുതൽ ഇടപെടാറില്ല. സ്തോത്രം. അത് നമ്മുടെ എൻ്റെ കാര്യം പറഞ്ഞത്, നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, തുറച്ചു നോക്കാതെ. സ്തോത്രം. അതെ, എൻ്റെ കാര്യം. അപ്പോൾ വണ്ടി ഇങ്ങനെ സ്തോത്രം അതെ പുറപ്പെട്ട ഒരു 5 കിലോമീറ്റർ, ഒരു 3-4 മൈലായപ്പോഴേക്കും പുള്ളി ഇങ്ങനെ ചോദിച്ചു, ബ്രദറിന് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, ഇല്ല സാർ, എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേരാണ് ചന്തു ബോഡെ.
ചന്ദബോഡെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ദീർഘകാലം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് അദ്ദേഹം കളിച്ചിരുന്നു. ദീർഘകാലം അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സ്തോത്രം മാനേജറായിരുന്നു. തൻ്റെ വീട്ടിലേക്ക് പോയി സ്തോത്രം. ആ വീട്ടിൽ റിമോട്ട് കൺട്രോൾ കൊണ്ട് തുറക്കുന്നതായ സ്തോത്ര ഗേറ്റ്, ഗൂർഖ കാവല്, വലിയ വീട് സ്തോത്രം. ഈ ഹാളിനേക്കാൾ ഒരിരട്ടിയുടെ വലിപ്പമുള്ളതായി വലിയൊരു ഹാളിലേക്ക് കൊണ്ടുപോയി. അത് അവിടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അദ്ദേഹം സ്തോത്രം ഓരോ ട്രോഫീസ്, ഓരോ ബഹുമതികൾ കാണിച്ചു. ഇത് പറഞ്ഞു, ഇത് അർജുന അവാർഡ്, ഇത് സ്തോത്രം അതെ പത്മഭൂഷൺ, ഇത് പത്മശ്രീ, ഇത് മുഖ്യമന്ത്രി തന്നു, ഇത് പ്രധാനമന്ത്രി തന്നു, ഇത് ഇന്ത്യൻ പ്രസിഡന്റ് തന്നു, ഇത് ഓസ്ട്രേലിയ നിന്ന് കിട്ടി, ഇത് ഇംഗ്ലണ്ടിൽ നിന്ന് കിട്ടി. ഇതെല്ലാം സ്തോത്രം കാണണമെങ്കിൽ കുറഞ്ഞ ഒരു 2 ആഴ്ച എടുക്കുമായിരുന്നു. സ്തോത്രം അത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മ പറഞ്ഞു, ഇതെല്ലാം ചാരമാകും. മനുഷ്യൻ കൊടുക്കുന്ന പേരും പ്രശസ്തിയും ബഹുമതി പത്രം ഇതെല്ലാം ചാരമാകും. നിലനിൽക്കുന്നത് വേണോ? എൻ്റെ കർത്താവിന് വേണ്ടി വല്ലതും ചെയ്തോണം. പ്രധാനമന്ത്രി തരുമ്പോൾ, പ്രസിഡന്റ് തരുമ്പോൾ എന്തോ സന്തോഷം, കൈയടിക്കാൻ എല്ലാവരും ഉണ്ടായിരിക്കും. പക്ഷേ എന്നെ കേൾക്കുന്ന ദൈവത്തിലെ അവസാനിച്ചു, പ്രസംഗം കഴിഞ്ഞു. ഇതാണ് ഒരു ദിവസമാണ് ഇപ്പോഴത്തുള്ള കയ്യിൽ നിന്ന്. നീ രഹസ്യത്തിൽ ചെയ്യുന്ന സകലതിനും അവൻ നിനക്ക് പരസ്യത്തിൽ പ്രതിഫലം തരും. അന്ന് നിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. അവൻ തന്നെ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കും. നിനക്കറിയാവുന്നുള്ളൊരു കാര്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. ഒരിക്കൽ വിദേശ സന്ദർശനം കഴിഞ്ഞിട്ട് അമേരിക്കൻ പ്രസിഡന്റ് തിരികെ വരികയാണ്. സ്തോത്രം. കപ്പലിൽ അന്ന് വിമാനമില്ല, കപ്പലാണ്. സ്തോത്രം. അതെ, കപ്പൽ എത്തി. ആദ്യം പ്രസിഡന്റ് ഇറങ്ങുമ്പോൾ മീഡിയ ആൾക്കാർ കരവടിക്കാൻ ആയിരക്കണക്കിന് ജനം എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുക. പക്ഷേ ദീർഘകാലം ആഫ്രിക്കയിൽ ശുശ്രൂഷ ചെയ്ത ദൈവത്തിൻ്റെ ദാസൻ സ്തോത്രം അതെ സ്വന്തം ദേശത്തെ ആയ അമേരിക്കയിലേക്ക് എത്തുമ്പോൾ തന്നെ സ്വീകരിക്കാൻ ആരുമില്ല. തൻ്റെ ഹൃദയം ഉടഞ്ഞു. ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, പ്രസിഡന്റിനെ സ്വീകരിക്കാൻ എല്ലാവരും ഉണ്ട്, എന്നെ സ്വീകരിക്കാൻ ആരുമില്ലല്ലോ. കർത്താവ് എന്ത് പറഞ്ഞെന്നറിയോ? പ്രസിഡന്റ് വീട്ടിലെത്തി, നീ വീട്ടിലെത്തിയില്ല. പ്രസിഡന്റ് വീട്ടിലെത്തി, നീ വീട്ടിലെത്തിയില്ല. ഒരു ദിവസം നീ വീട്ടിലെത്തും. ഒരു ദിവസം നീ വീട്ടിലെത്തുമ്പോൾ സ്തോത്രം ഹ്യൂസ്റ്റണില്, സ്തോത്രം അമേരിക്കയുടെ വിവിധ പട്ടണത്തിലായിരിക്കാം, അല്ലെങ്കിൽ നാട്ടിലായിരിക്കാം, ലോകത്തിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിലായിരിക്കാം. നീ ഓടിയതിന്, നീ ചെയ്തതിന്, നീ ഉപവസിച്ചതിന്, നീ കണ്ണുനീരൊഴുക്കിയതിന്, നീ പ്രാർത്ഥിച്ചതിന് എല്ലാം 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 നിന്റെ തലയിലെ രോമങ്ങളെ എണ്ണി അറിഞ്ഞിരിക്കുന്ന കർത്താവ് അവൻ നിനക്ക് പരസ്യമായി നിനക്ക് പ്രതിഫലം തരും. അന്ന് കൈയടിക്കാൻ കുറച്ച് മന്ത്രിമാരോ തന്ത്രിമാരോ അല്ല, സകല വിശുദ്ധന്മാർ അവിടെ ഉണ്ടായിരിക്കും. എല്ലാ ദൂതന്മാർ അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ കേട്ടോ? കേൾക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ചാണ്. സ്തോത്രം. ഒരു വിശുദ്ധന്റെ കൂടെ ഇരിക്കുന്ന എത്ര വലിയ സന്തോഷം എന്നറിയോ? കൃപയുള്ള ഒരു ദൈവദാസന്റെ കൂടെ ഇരിക്കുന്ന എത്ര വലിയ സന്തോഷം എന്നറിയോ? ഒരു അഭിഷിക്തന്റെ കൂടെ കാറിൽ യാത്ര ചെയ്യുന്ന എത്ര വലിയ സന്തോഷം എന്നറിയോ? എന്നാൽ അന്ന് ഹാനോക്ക് അവിടെയുണ്ട്, ഹാബേൽ അവിടെയുണ്ട്, നോഹ അവിടെയുണ്ട്, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് അവിടെയുണ്ട്, ഏലിയാവ് അവിടെയുണ്ട്, ഏലീശ അവിടെയുണ്ട്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അവിടെയുണ്ട്, തീത്തോസും തീമോഥെയോസും അവിടെയുണ്ട്, പൗലോസും അപ്പൊല്ലോസും അവിടെയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ശരി, ഇല്ലെങ്കിലും ശരി, ഇവരെക്കാൾ ഉപരി ഇവരെല്ലാം സ്തോത്രം ദൂതന്മാരെക്കാൾ, എല്ലാ സറാഫുകളെക്കാൾ സ്തോത്രം മറ്റൊരുവൻ അവിടെയുണ്ട്. ആൽഫയായവൻ, ഒമേഗയായവൻ, എന്റെ ആരംഭം, എന്റെ അവസാനം, സാരോനിലെ പന്നി പുഷ്പം, താഴ്വരയിലെ താമരപ്പൂ, ദൈവത്തിന്റെ കുഞ്ഞാട്, യഹൂദ ഗോത്രത്തിന്റെ സിംഹം, സകല നാമത്തിന് മേലായ നാമമുള്ള നസ്രേയനായ യേശു അന്ന് അവിടെയുണ്ട്. അവൻ നിനക്ക് പ്രതിഫലം നൽകി തരും. അവൻ നിനക്ക് പ്രതിഫലം നൽകി തരും. എഴുന്നേറ്റ് 2 മിനിറ്റ് നമ്മൾ വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. എഴുന്നേറ്റ് അവൻ്റെ കൃപയ്ക്കായി നന്ദി പറഞ്ഞോട്ടെ. താങ്ക് യു ജീസസ്. വെള്ള സിംഹാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടവനായിരുന്നു കർത്താവ്. ഞാൻ വെള്ള സിംഹാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടവനായിരുന്നു. പക്ഷേ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിലേക്ക് എന്നെ മാറ്റിയ അങ്ങയുടെ ക്രൂശിലെ മരണത്തിനായി സ്തോത്രം. അതേ, ഞാൻ ന്യായവിധിക്കായി വിധിക്കപ്പെടേണ്ടവനായിരുന്നു. ഞാൻ ന്യായവിധിക്കായി സ്തോത്രം അതേ വിധിക്കപ്പെടേണ്ടവനായിരുന്നു. പക്ഷേ എൻ്റെ അങ്ങയുടെ കൃപയാൽ നീ എന്നെ രക്ഷിച്ച്. ആ രക്ഷിക്കപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരും ശബ്ദം ഉയർത്തി കർത്താവിന് നന്ദി പറയാമോ? നിർത്തല്ലേ. ആ ദിവസത്തെ ഓർത്ത്, ആ സന്ദർഭത്തെ ഓർത്ത് ദൈവകൃപയ്ക്കായി എല്ലാവരും നന്ദി പറഞ്ഞേ. Thank you Jesus. രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ വന്നില്ലായിരുന്നെങ്കിൽ നീ ഭൂമിയിൽ ജീവനുള്ള ദേശത്ത് പോലും ഒരു പക്ഷേ കാണത്തില്ലായിരുന്നു. നിന്നെക്കാൾ കഴിവുള്ളവർ, നിന്നെക്കാൾ പ്രാപ്തിയുള്ളവർ, നിന്നെക്കാൾ വിദ്യാഭ്യാസമുള്ളവർ, നിന്നെക്കാൾ സൗന്ദര്യമുള്ള ആയിരങ്ങൾ സഭയ്ക്ക് പുറത്ത് കിടക്കുമ്പോൾ കൃപയാൽ ദൈവം നിന്നെ തിരഞ്ഞെടുത്താക്കിയെങ്കിൽ കർത്താവിന്റെ ഫേവറിനായി ശബ്ദമുയർത്തി ആരാധിച്ച്
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ 50-ാം ദിനം ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, സഭയെ നീ നാളുകളായിരിക്കുന്ന ദൈവത്തിന്റെ ടൈമില്, കുടുംബങ്ങളെ നിങ്ങളായിരിക്കുന്ന ദൈവത്തിന്റെ ടൈമിങ്ങില്, ഓ ദൈവദാസന്മാർ നിങ്ങളായിരിക്കുന്ന ദൈവത്തിന്റെ സീസണില്, ഓ ഞാനും നീയുമായിരിക്കുന്ന 2013 ദൈവത്തിന്റെ സീസണാ. എന്തോ ഒന്ന് ദൈവം നിന്നിൽ പകരുവാൻ പോകുക, എന്തോ ഒന്ന് കർത്താവ് നിന്നിലൂടെ ചെയ്യാൻ പോകുക, എന്തോ ഒന്ന് നീ കണ്ട് പരിചയമില്ലാത്തത്, ഇതുവരെ പരിചയമില്ലാത്തത്, ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ലാത്തത്, എന്തോ ഒന്ന് തമ്പുരാൻ നിന്നിലൂടെ പുറത്തെടുക്കുവാൻ വേണ്ടി പോകുക. ഏറ്റെടുക്ക. പരിചയമില്ലാത്തത്, പലരും ചോദിച്ചിട്ട് കൊടുക്കാത്തത്, പലരും ആഗ്രഹിച്ചിട്ട് നൽകാത്തത്, പലരും കൊതിച്ചിട്ട് ലഭിക്കാത്തത്, ഓ പെയ്തിറങ്ങുന്ന മഴ പോലെ, കത്തിപ്പടരുന്ന തീ പോലെ നിന്റെ മേൽ ഇതാ വ്യാപരിക്കുന്നു. വായു തുറന്ന് ആരാധിച്ചേ. അമേരിക്കൻ ചർച്ച് നിന്നെ കണ്ടു പഠിക്കും, അമേരിക്കൻ പാസ്റ്റേഴ്സ് നിന്നെ കണ്ടു പഠിക്കും. ഓ ഈ രാജ്യത്തിന് നീ തലയല്ല, ഈ രാജ്യത്തിന് നീ വാലല്ല, ഈ രാജ്യത്തിന് നീ വാലല്ല, നീ തലയായിരിക്കും. വിശുദ്ധി എന്ന ജനം നിന്നിൽ നിന്ന് പഠിക്കട്ടെ, രോഗശാന്തി എന്ന ജനം നിന്നിൽ നിന്ന് പഠിക്കട്ടെ, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ എന്ന ജനം നിന്നിൽ നിന്ന് പഠിക്കട്ടെ. യെസ്, അവരെ പഠിപ്പിപ്പോ ഈ പാശ്ചാത്യ രാജ്യത്തിന് നീ ഒരു ലൈറ്റ് ഹൗസ് ആയിരിക്കാനത്രേ ഇന്ന് രാത്രി അഭിഷേകം നിന്റെ മേൽ ഇറങ്ങുന്നത്. രഹസ്യത്തിൽ നീ വിതുമ്പി, രഹസ്യത്തിൽ കുറുപ്രാവിനെ പോലെ നീ കരഞ്ഞു, നീ കാത്തിരുന്നു. പരസ്യത്തിൽ തിരശ്ശീല മാറ്റി എന്റെ ദൈവം നിന്നെ പുറത്തെടുക്കുന്ന ഒരു സീസൺ. പ്രാർത്ഥിക്കണേ. ചിലത് ശക്തമായത് ഈ രാത്രി നടക്കുക. രാത്രി ചിലർ അന്യഭാഷ പറയുമ്പോൾ ആത്മാവിൽ ഞാൻ കാണുന്നവരുടെ പിന്നിൽ 10,000 ആത്മാക്കൾ നിൽക്കുക. ചിലർ ആത്മാവിൽ ആരാധിക്കുന്നവരുടെ പിന്നിൽ 10,000 ആത്മാക്കൾ നിൽക്കുക. ഈ രാത്രി നീ പ്രാപിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമല്ല, നീ കണ്ടിട്ടില്ലാത്ത ജാതികൾക്ക്, രാജ്യങ്ങൾക്ക്, പട്ടണത്തിന് വേണ്ടി. ഇന്ന് രാത്രി ഇത് തീരുകയല്ല, ഇന്ന് രാത്രി തുടങ്ങുക. ഹ്യൂസ്റ്റൺ പട്ടണത്തിന്റെ ആകാശ മണ്ഡലത്തിൽ ഇവിടെ ഒന്നും നടക്കല്ലെന്ന് പറഞ്ഞ് അടച്ചുവച്ച ദുഷ്ടന്റെ കൂടുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിത്തകരട്ടെ. വചനത്തിനെതിരെ, വിശുദ്ധിക്കെതിരെ, ആത്മീയ ശുശ്രൂഷക്കെതിരെ വ്യാപരിക്കുന്ന സകല ദേശാധിപതിയുടെ കൂടുകൾ ഇന്ന് രാത്രി ദൂതന്മാർ ഇറങ്ങി വെട്ടി വീഴ്ത്തട്ടെ. വിടുതൽ. ഒരു വയലന്റ് അനോയിന്റിംഗ്, വയലന്റ് എന്റെ ഭാഷ പറ, വയലന്റ്. ബലാത്കാരികൾ സ്വർഗരാജ്യം ബലാത്കാരം ചെയ്യട്ടെ. കരങ്ങളൊന്ന് കുറച്ച് പിടിച്ച 120 പേർ അന്യഭാഷ പറഞ്ഞു തുടങ്ങി. 120 പേർ അന്യഭാഷ പറഞ്ഞു തുടങ്ങി. ഇന്ന് രാത്രി അതിൽ കൂടുതൽ പേർ ഇവിടെയുണ്ട്. വാച്ചു നോക്കല്ല, സ്വർഗം തുറന്നിരിക്കുക. സ്വർഗം തുറക്കുക. ഇനി മേലാൽ സായിപ്പിനെ കണ്ട് നമ്മൾ പഠിക്കത്തില്ല, നമ്മളെ കണ്ട് സായിപ്പ് പഠിക്കത്തേ ഉള്ളൂ. യേശുവിന്റെ നാമത്തിൽ എത്ര പേർ ഏറ്റെടുക്കും? Yes.
ഈ ബ്രൗൺ സ്കിന്നിലൂടെ ബ്ലാക്സിലൂടെ വൈറ്റ്സിലൂടെ മാത്രം ദൈവം അതേ ചെയ്തത് ഈ ദിവസങ്ങൾ മാറുകയാ. നിന്നിലൂടെ ശബ്ദമുയർത്തി ശബ്ദമുയർത്തി covering under the holy blood of Jesus. ദൈവദൂതന്മാരുടെ നടക്കുക. ശബ്ദമുയർത്തി അന്യഭാഷ പറഞ്ഞേ. നഷ്ടപ്പെട്ട അന്യഭാഷ ആർക്കോ ഇന്ന് രാത്രി തിരികെ കിട്ടുന്നു. നിന്നുപോയ ദർശനങ്ങൾ ഇതാ തിരികെ വരുന്നു. തീർന്നുപോയി എന്ന് പറയുന്ന ശുശ്രൂഷയുടെ അനുഭവങ്ങൾ വിട്ടുപോകുന്നു. അടവച്ച് നിർത്തിയ പോലെ ചെക്ക് പോസ്റ്റ് വെച്ച് തടഞ്ഞതുപോലെ ചെക്ക് പോസ്റ്റ് പോലെ വച്ച് തടഞ്ഞത് അത് ദൂത ചെക്ക് പോസ്റ്റ് പോലെ വച്ച് തടഞ്ഞത് ഇന്ന് രാത്രി ദൂതൻ ഇറങ്ങി അതിനെ ഇളക്കി വിടുക. പ്രാപിക്കുക. ശബ്ദമുയർത്തി നിന്നെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. നീ വന്നത് പൈസ ഉണ്ടാക്കാനല്ല, നീ വന്നത് വീട് വാങ്ങാനല്ല, നീ വന്നത് മറ്റൊരു ഉദ്ദേശത്തിനാ. നിന്റെ അപ്പച്ചന്മാർ ചെയ്യാത്തത്, നിന്റെ കുടുംബക്കാർ ചെയ്യാത്തത്, ഇത് ദൈവത്തിന്റെ സീസണാ. പുറത്തെടുക്കുക. രോഗങ്ങൾ മറയുന്നു യേശുവിന്റെ നാമത്തിൽ. ബലഹീനതകൾ മറയുന്നു യേശുവിന്റെ നാമത്തിൽ. കെട്ടുകൾ അടിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. പ്രസംഗം കഴിഞ്ഞു ഇനി നിങ്ങളായി പരിശുദ്ധാത്മാവായി. പ്രസംഗം കഴിഞ്ഞു ഇനി നിങ്ങളെ പരിശുദ്ധാത്മാ മാത്രം. സ്തുതിക്കേണ്ടവർ സ്തുതിക്കട്ടെ, ആരാധിക്കേണ്ടവർ ആരാധിക്കട്ടെ, മഹത്വപ്പെടുത്തട്ടെ. പടിഞ്ഞാറ് ഈ പട്ടണം വിടുവിക്കപ്പെടട്ടെ. ഒരു മിഷൻ സെന്ററായി തീരട്ടെ. സഭകൾ വളരട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തിയുടെ ദൈവരാജ്യം വെളിപ്പെടട്ടെ. ചേർന്ന് പാടുമോ? അങ്ങേ സ്തുതിച്ചിടും എന്നു ഇരു കരങ്ങൾ ഉയർത്തി. നിന്മ അങ്ങേ സ്തുതിച്ചിടും എന്നു. Year of the favor of Lord. നിന്മ അങ്ങേ അനുഭവിച്ച എല്ലാവരും സ്വർഗാനുഗ്രഹങ്ങളും മോചനം വീണ്ടും ജനനവും നിജമാവിയന്നിൽ വസിപ്പാൻ നിന്നാത്മാ
ഇന്ത്യയിൽ എവിടെ ഞാൻ സഞ്ചരിച്ചാലും ഇന്നത്തെ മെഗാ ചർച്ചിന്റെ സകല പാസ്റ്റേഴ്സും പറയും ഞങ്ങളുടെ ശബ്ദത്തിലൂടെ അവർ ദൈവവചനം കേട്ടതാണ്. പാസ്റ്റർ ഡി മോഹനായിരിക്കാം, ശരിയല്ലേ? പാസ്റ്റർ പോൾ തങ്കയായിരിക്കാം, പാസ്റ്റർ രത്ന പോൾ ആയിരിക്കാം, പാസ്റ്റർ നോർമൻ ഭാസ്കർ ആയിരിക്കാം. ഈ പറയപ്പെട്ട എല്ലാ ദൈവദാസന്മാർ 40,000, 30,000, 20,000 മെമ്പേഴ്സുള്ള മെഗാ ചർച്ചസിനെ ആമേൻ പഠിപ്പിച്ച ഒരു പിതാവായത് സ്തോത്രം. പാസ്റ്റർ ജോൺസന്റെ അധ്യാപനെന്ന് സ്തോത്രം. ആമേൻ പാസ്റ്റർ ഡാനിയൽ കോശിന്റെ അധ്യാപനാണ്. ഈ പിതാവിനായി സ്തോത്രം. ഞാൻ കഴിഞ്ഞ 25 വർഷം ചെയ്യാത്ത ഒരു പരിപാടി ചെയ്യുമ്പോൾ ഞാൻ മുട്ടുകൊടുക്കാൻ എൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കണം. സ്തോത്രം. കാരണം let me tell you, ഇത് ദൈവത്തിന്റെ സീസണാണ്. ഇത് സായിബാബയുടെ സീസൺ അല്ല, ഇത് അമൃതാനന്ദമയിയുടെ സീസൺ അല്ല, ഇത് വിഗ്രഹാരാധനയുടെ സീസൺ അല്ല, ഇത് മക്കളുടെ മതിയുടെ സീസൺ അല്ല, ഇത് കർത്താവിന്റെ സീസണാണ്. ഈ സീസൺ നമ്മൾ നഷ്ടപ്പെടുത്തത്തില്ല. ഒത്തിരി പേർ ഈ സീസൺ കളഞ്ഞു കുളിക്കുക, ഒത്തിരി പേർ അവസരങ്ങൾ കളഞ്ഞു കുളിക്കുക, ഒത്തിരി പേർ ദൂതുകൾ അവഗണിക്കുക. എന്നാൽ ഈ സീസൺ ജീവൻ പോയാലും ജീവൻ പോയാലും ഈ സീസൺ നമ്മൾ കളയത്തില്ല. കാരണം ഇത് കർത്താവ് ചലിക്കുന്ന സീസണാണ്. ഈ അന്തരീക്ഷത്തിൽ ഓക്സിജൻ നിറഞ്ഞിരിക്കുന്നത് പോലെ ദൈവ സാന്നിധ്യം രാജ്യങ്ങളിൽ നിറയുന്ന സീസണാണ്. 2 തലമുറയുടെ സമ്മേളനമാണ് നിങ്ങൾ കാണുന്നത്. ഏലിയാവും എലീശയും ഒരുമിച്ച് നിന്നാലും കർത്താവ് യേശുവും യോഹന്നാൻ സ്നാപകനും ഒരുമിച്ച് നിന്നാലും 2 തലമുറ ഒരുമിച്ച് നിൽക്കുമ്പോൾ സ്വർഗം തുറക്കും. സ്തോത്രം. മൈക്ക് കൊടുത്തോട്ടെ ഞാൻ. സ്തോത്രം. അതെ. First of all, you have to pray for me. Then pray and say the benediction for this congregation. പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെല്ലാവരും എൻ്റെ നേരെ കരങ്ങളെ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ നിന്റെ ദാസനായി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, തന്നെ മേലിരിക്കുന്നതായ ഈ ദൈവത്തിൻ്റെ അഭിഷേകം കർത്താവേ അനേകർ പ്രയോജനപ്പെടുവാൻ തക്കണം നീ ഉപയോഗിക്കുമാറാകണമേ. ദൈവത്തിൻ്റെ പ്രസാദ വർഷം പ്രസന്നിപ്പിക്കുവാൻ കർത്താവേ നിന്റെ ദാസനെ ഈ ദിവസങ്ങളിൽ നീ ഉപയോഗിക്കുന്നത് കൊണ്ട് നന്ദിയോടെ നിന്റെ നാമത്തെ സ്തുതിക്കുന്നു. വലിയവനായ ഞങ്ങളുടെ കർത്താവേ, നിന്റെ അനുഗ്രഹത്തിൻ്റെ കലവറയ്ക്ക് യാതൊരു വിധമായ കുറവുമില്ല. കർത്താവേ, നിങ്ങളിലേക്ക് അടുത്ത് വരുമ്പോൾ നിന്റെ കലവറയിൽ നിന്ന് അനുഗ്രഹം ഒഴുകുന്നതുകൊണ്ട് നന്ദിയോടെ ഞങ്ങളുടെ നാമത്തെ സ്തുതിക്കുന്നു. കർത്താവേ, നീ വിരളമായിട്ടല്ല കൊടുക്കുന്നത്, പിന്നെയോ സമൃദ്ധിയായി നൽകുന്നതിനായാൽ നന്ദിയോടെ ഞങ്ങളുടെ നാമത്തെ സ്തുതിക്കുന്നു. പുതിയ അഭിഷേകത്താലും പുതിയ ശക്തിയാലും പുതിയ കൃപയാലും കർത്താവേ നിന്റെ ദാസനെ നിറയ്ക്കുമാറാകണമേ. പോകുന്നിടങ്ങളിലൊക്കെയും ആയിരങ്ങൾ കർത്താവിനെ കാണുവാൻ, കർത്താവിന്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കപ്പെടുവാൻ, ദൈവത്തിന്റെ കൃപ പ്രാപിപ്പാൻ തക്കണം കർത്താവേ നിന്റെ മകനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സൈന്യത്തിന്റെ ദാസനെ സമർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ശുശ്രൂഷയെ മാനിക്കണമേ. ദൈവനാമത്തിൽ കുടുംബത്തെപ്പെടുവാൻ നീ ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഇന്ന് രാത്രിയിൽ നിന്റെ സന്നിധിയിലായിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപയതുകൊണ്ട് നന്ദിയോടെ ഞങ്ങളുടെ നാമത്തെ സ്തുതിക്കുന്നു. വലിയവനായ ഞങ്ങളുടെ കർത്താവേ, നീ എത്ര വലിയ ദൈവമാണ്. കർത്താവെ, എളിയവരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ ഞങ്ങളുടെ കർത്താവ് ഈ ലോകത്തിൽ വന്നതിന് ശേഷം ആ ശുശ്രൂഷ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കാൻ നന്ദിയോടെ ഞങ്ങളുടെ നാമത്തെ സ്തുതിക്കുന്നു. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, ദൈവത്തിൻ്റെ പ്രസാദവർഗം വർഷം, ദൈവത്തിൻ്റെതായിരിക്കുന്ന വെഞ്ചിൻസിൻ്റെ നാളുകൾ കർത്താവെ ഈ നാളുകളിൽ പ്രസ്താവിക്കുവാൻ എൻ്റെ മക്കളായിട്ട് ഞങ്ങൾക്ക് യോഗ്യത നൽകണം. കൗൺസിലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മെ അനുഗ്രഹിക്കണമേ, ചെയ്യുന്ന ശുശ്രൂഷ മാനിക്കണമേ. ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും കൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുങ്ങൾ താഴ്ത്തിയേക്കുന്ന കർത്താവെ, കൂട്ടിക്കിടന്ന നോക്കളെ എല്ലാവരെയും ഒരുപോലെ ആസ്വദിച്ച് നിന്റെ ആശ്രമത്തോടെ അയക്കണം. ഈ യോഗങ്ങൾ എത്രത്തോളം അനുഗ്രഹമാക്കി തീർത്തതിനായിട്ട് നന്ദിയോട് സ്തോത്രം. ദൈവനാമം മാത്രം ഉയർത്തപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം. നമ്മുടെ കർത്താവിന് ഇഷ്ടാവുമാകുന്ന യേശുവിശാലവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഗുണമായ സകലസ്ഥന്മാരോടും കൂടെ ഇപ്പോഴും നീ കൊണ്ടായിരിക്കുമാറാകട്ടെ.
അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബലത്തോടെ പോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ ഓർപ്പിച്ച പോലെ DVD സന്ദേശങ്ങളുണ്ട്, ദയവായി കൊണ്ടുപോകുക. എല്ലാ